السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുകൂടലിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. കുടുംബമാണ് വിഷയം. കുടുംബ ബന്ധത്തിന്റെ വിശുദ്ധിയും കുടുംബ ബന്ധത്തിന്റെ ശ്രേഷ്ഠതയുമാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലിക പ്രസക്തമായ ഒരു വിഷയത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നതാണ്. നൂറുകണക്കിന് ഗൗരവമുള്ള വിഷയങ്ങളുള്ള ഒരു കാലത്ത് എന്തുകൊണ്ടാണ് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ക്യാമ്പയിനിന്റെ തലക്കെട്ടാകുന്നത് എന്നത് പ്രത്യേകം പ്രസക്തമാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പോൾ അത് ആ കാലഘട്ടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാകും. എപ്പോഴും തീവ്രവാദത്തിന്റെ വലിയ അലോസരമുണ്ടായപ്പോൾ ഇസ്ലാമിന്റെ സമാധാനത്തെക്കുറിച്ച് നമ്മൾ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ലഹരിക്കെതിരെ നമ്മൾ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഷിർക്കിനെതിരെ നിരന്തരമായ ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. കള്ളക്കറാമത്തുകളും പൊടിയും വടിയുമൊക്കെ സമൂഹത്തിലേറെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട ഒരു സമയത്ത് നമ്മൾ പ്രവാചകചര്യയുടെ കൃത്യമായ രൂപത്തെക്കുറിച്ച് ക്യാമ്പയിൻ നടത്തിയിരുന്നു. എപ്പോഴും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ലളിതമായ ഉത്തരം മനുഷ്യവംശത്തിന്റെ
ഭൂമിയിലേക്കുള്ള വരവിന്റെ കൂടെ ഉണ്ടായിരുന്ന കുടുംബം എന്ന ആശയം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്താകമാനമല്ല, നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ കുടുംബം എന്ന ആശയം ഏറ്റവും വലിയ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു എന്നർത്ഥം. 50 കൊല്ലത്തിനപ്പുറം നമ്മുടെ നാട്ടിൽ കുടുംബമെന്ന ഒരാശയം ഉണ്ടാകുമോ എന്ന ചോദ്യം ആശങ്കയോടുകൂടി ചോദിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. ഒരു 19 കൊല്ലങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരാശയം, മനുഷ്യൻ കുടുംബത്തിന്റെ അടിമയല്ല, ഓരോ മനുഷ്യനും ഒറ്റക്കൊറ്റക്ക് അവന്റെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കേണ്ടവനാണ്, കുടുംബ ബന്ധത്തിന്റെ പേരിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യങ്ങളെ മറ്റുള്ളവർക്ക് അടിമപ്പെടുത്തി കൊടുക്കേണ്ടതില്ല എന്നൊരാശയം യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ശക്തിയായി വ്യാപിച്ചിരുന്നു. 1/2 നൂറ്റാണ്ട് മുമ്പ് കുടുംബങ്ങൾ ശിഥിലമായി, മനുഷ്യന്മാർ ഒറ്റക്കൊറ്റക്ക് ജീവിക്കാൻ തുടങ്ങി, ബാപ്പയാരെന്നറിയാത്ത മക്കളുണ്ടായി, മക്കളെ അറിയാത്ത മാതാപിതാക്കളുണ്ടായി. അവസാനം ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ സംരക്ഷിക്കാൻ ആളില്ലാതെ പുഴുക്കളെ പോലെ തെരുവിൽ അരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ടായപ്പോ അവരൊക്കെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഇന്ന് വലിയ ഓഫറുകളാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ ഓഫറുകൾ. കുടുംബമായി ജീവിക്കുന്നവർക്ക് ഇന്ന ആനുകൂല്യം, 1 കുട്ടിയുണ്ടായാൽ ഇത്ര, 2 കുട്ടിയുണ്ടായാൽ ഇത്ര, 3 കുട്ടികളുണ്ടായാൽ ഇത്ര, അവർക്ക് ജോലിയിൽ സംവരണമുണ്ട്, സാമ്പത്തികമായ വാഗ്ദത്തങ്ങളുണ്ട്. അവർ കുടുംബത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരിക. പക്ഷേ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ അടിച്ച ആ കാറ്റ് ഇന്ന് നമ്മുടെ നാട്ടിൽ അടിക്കുകയാണ്. ഒരു രസകരമായ അനുഭവം ഉണ്ടായി ഞങ്ങൾക്ക്. ഇപ്രാവശ്യം ഞങ്ങള് തായിഫിലേക്ക് പോയി മടങ്ങുമ്പോൾ നമ്മുടെ കർണുൽ മനാസിലെത്തിയപ്പോ കുറെ ആളുകളൊക്കെ ഇഹ്റാം ചെയ്ത് ബസ്സിൽ കയറിയപ്പോ 2 ആൾക്കാരെ കാണാനില്ല. ആ 2 ആൾക്കാരെ തെരഞ്ഞ് മുക്കിലും മൂലയിലൊക്കെ തെരഞ്ഞ് അവസാനം വരെ കിട്ടി. പാവ 2 സ്ത്രീകളെ അതൊരു അതിന്റെ പള്ളിയുടെ വാതിൽ മാറിപ്പോയതാണ്. കുറെ നേരം തെരഞ്ഞിട്ടാ കിട്ടിയത്. അവർക്കും വലിയ ഇടങ്ങാറായി, വണ്ടി കയറി ഇരുന്നോർക്കും ഒരു ഇടങ്ങാറായി, കുറെ നേരം കാത്തുന്നേ. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് മക്കയിലെത്തിയപ്പോണ്ട് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്, ഞങ്ങൾ വഴിതെറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എവിടെ എത്തേണ്ടി അറിയില്ല, പെട്ടെന്ന് വരണം, ഞങ്ങൾ വലിയ പേടിയിലാണ്. അപ്പൊ ആരാ നോക്കിയപ്പോ അവിടെ വഴിതെറ്റി അതേ ആൾക്കാരെ പിന്നെയും തെറ്റിക്കുന്നു. പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ, എവിടെ ഞങ്ങൾ നിൽക്കണേ അതൊന്നും ഒരു പറയണില്ല, ഞങ്ങളിവിടെ വഴിതെറ്റിയിരിക്കുന്ന പറയുന്നു. അപ്പൊ എവിടെ തെരഞ്ഞിട്ട് പോലെ കാണാനില്ല. കുറെ കഴിഞ്ഞപ്പോ ഒരു റൂമിൽ നിന്ന് കൂളായിട്ട് അസ്വസ്കരിക്കാൻ പോണ്. അപ്പൊ നിങ്ങൾ എവിടെ വഴിതെറ്റിയത്? അപ്പൊ സംഭവിച്ചത് എന്താ വെച്ചാല് അവിടെ മീക്കാത്തിന്റെ അവിടെ വഴിതെറ്റിയപ്പോ ഓല അവരുടെ മൊബൈലിൽ ആ മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷെ വൈഫൈ ഇല്ലാത്തത് കൊണ്ട് ആ മെസ്സേജ് പോയിട്ടില്ല. ഇവിടെ ഹോട്ടലിൽ വന്നപ്പോഴാണ് വൈഫൈ കിട്ടിയത്, അപ്പോഴാണ് മെസ്സേജ് പോകുന്നത്. ആരെ കുറ്റം പറയണ്ടേ? ഓലെയാണോ നമ്മളെയാണോ വൈഫൈനെയാണോ? ഒരു കൊടുത്തല്ല. അതുപോലെ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ അടിച്ച കാറ്റുണ്ടല്ലോ, അതിന്റെ എല്ലാ ദുരന്തവും അവർ മനസ്സിലാക്കി കുടുംബത്തിലേക്ക് മടങ്ങിയപ്പോ ആ കാറ്റ് പതുക്കെ നമ്മുടെ നാട്ടിൽ കൂടെ അങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ഒരവസ്ഥ. നിങ്ങൾക്ക് അറിയില്ലേ? നമ്മളൊക്കെ പ്രവാസികൾ, നമുക്കറിയാലോ. കൊല്ലത്തോ കോട്ടയത്തോ ഒരു നമ്മുടെ റൂമിലോ കമ്പനിയിലോ പണിയെടുക്കുന്ന ഒരു സുഹൃത്തിന്റെ മോളെ കല്യാണമുണ്ടെങ്കിൽ തലേന്ന് പോകുന്ന നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ എളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കളെ കല്യാണത്തിന് പോകാറില്ല. കുടുംബ ബന്ധത്തെക്കാളേറെ സൗഹൃദ ബന്ധങ്ങൾക്കും മറ്റു ബന്ധങ്ങൾക്കും വില കൽപ്പിക്കുന്ന ഒരു കാലത്ത് ബന്ധങ്ങൾ പതുക്കെ ഇല്ലാതാവുന്നുണ്ട്. ഞാൻ 3 കാര്യങ്ങൾ പറയാം. കുടുംബത്തിന് വംശനാശം സംഭവിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ. 1, എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു. അള്ളാഹു മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ പരലോക ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ കൂടെ ആ സ്വർഗത്തിൽ ഒത്തുകൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. ഈ മാതാപിതാക്കൾ മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് 2 ആളും ഏകദേശം സമാനമായ രോഗികളായി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം അങ്ങനെ കസേരയിൽ അങ്ങനെ അവരങ്ങനെ ഇരിക്കും. നമ്മളോടൊക്കെ സംസാരിക്കാത്തൊരു പ്രയാസ പോലെ സംസാരം ഇങ്ങനെ വളരെ ലാഗായിട്ട് പോവാ. അതുകൊണ്ട് നമ്മോട് സംസാരിക്കാൻ അവർക്ക് മടിയാ. അവർ തമ്മിൽ സംസാരിക്കും. അവർ രാവിലെ ഞങ്ങൾ മക്കളൊക്കെ പല വഴിക്ക് പോയാൽ
വീടിന്റെ സിറ്റ് ഔട്ടില് 2 കസേരയിട്ട് ഉമ്മയും ബാപ്പി ഇരിക്കും, വൈകുന്നേരം വരെ ഇരിക്കും. അപ്പൊ ഈ ഇരുത്തത്തില് അവരങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്തായിരിക്കും അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക? ഗസയെ കുറിച്ചും അവർക്കറിയില്ല, അതല്ലെങ്കിൽ അതുപോലത്തെ പുതിയ ലോക പ്രതിഭാസങ്ങളെ കുറിച്ചൊന്നും ഒരു ചർച്ച ചെയ്യൂല. പിന്നെ എന്തിനെ കുറിച്ചായിരിക്കും അവരുടെ സംസാരം? അത് ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാവുക. അവരുടെ ആ സംസാരം മുഴുവനും കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ്. ദീർഘമായ, അതായത് ഏറെ ദൈർഘ്യമുള്ള, മൂത്താപ്പാന്റെ മകളെ കെട്ടിച്ച വീട്ടിലെ, അവിടുത്തെ മോളെ കെട്ടിച്ച വീട്ടിലെ അവസ്ഥകളും അവിടുത്തെ വിശേഷങ്ങളും വരെ അവർക്കറിയാം. ഓരോന്നും ആ വീട്ടിലുള്ളവര്, അവിടുത്തെ രോഗികള്, അവിടുന്ന് മരണപ്പെട്ടു പോയവരുടെ, അവരുടെ പഴയ കാലത്തെ ജോലികള്, പ്രാരാബ്ദങ്ങള്, അതൊക്കെ ഇവരുടെ സംസാര വിഷയമാണ്. എനിക്കൊരു കാര്യം സത്യമായിട്ടും പറയാൻ പറ്റും. എന്റെ മാതാപിതാക്കൾക്ക് കുടുംബത്തിന്റെ വ്യാപകമായ ബന്ധങ്ങളെ കുറിച്ചുണ്ടായിരുന്ന അറിവിന്റെ 10-1 പോലും എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. പലതും ഞാനൊക്കെ വിചാരിച്ചിരുന്നു. ആ ബന്ധങ്ങളെ കുറിച്ച് ഇവിടുന്ന് ചില ആളുകളൊക്കെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അവരാരാണ്? ആ ബന്ധങ്ങളെ കുറിച്ചൊക്കെ ബാപ്പാനോടും ഉമ്മാനോടൊക്കെ ഒന്ന് ചോദിച്ചറിയണമെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞില്ല. കാരണം ബാപ്പിമ്മയൊക്കെ അത്ര പെട്ടെന്ന് പോകും നമ്മൾ വിചാരിച്ചില്ലല്ലോ. ആ സത്യത്തിൽ അവർ കൊണ്ടു നടന്നിരുന്ന, അവർക്കറിയുമായിരുന്ന ആ ബന്ധത്തിന്റെ 10-1 പോലും എനിക്കറിയില്ല. ഇനി എന്റെ മക്കളവസ്ഥ എന്തേ? കാരണം ഇപ്പൊ എനിക്ക് എന്റെ വാപ്പാന്റെ പേരറിയാം, വാപ്പാന്റെ പേരറിയാം, അതിന്റെ മേലത്തെ വാപ്പാന്റെ പേരറിയാം, അവരുടെ ജീവിതത്തിന്റെ ഒരു ഏകദേശ ചരിത്രമൊക്കെ ഞാൻ എന്റെ ബാപ്പാന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളോട് ചോദിച്ചു നോക്കേണ്ടി, എന്റെ വാപ്പാന്റെ പേരെന്താ? വാപ്പാന്റെ പേര് നമ്മളെ പേര് പറയും. ആ നമ്മളെ വാപ്പാന്റെ പേര് ചോദിച്ചു നോക്കേണ്ടി, മക്കൾ ഇങ്ങനെ കണ്ണു കോക്കും. പപ്പാന്റെ പേരോ? പപ്പാന്റെ പേര് പപ്പ തന്നെ. പപ്പാക്ക് വേറെ പേരൊന്നുമില്ല, പപ്പാന്റെ പേര് പപ്പ എന്നാണ് അറിയും. ഇപ്പപ്പാന്റെ പേര് ചോദിച്ചു നോക്കണ്ടി, ഇപ്പപ്പാക്ക് ഇപ്പൊന്നുമില്ല, പപ്പാക്ക് ഇപ്പുണ്ടെങ്കിൽ ഞങ്ങൾ കാണൂലേ, പപ്പാക്ക് ഇപ്പൊന്നുമില്ല അറിയും. അവരുടെ അറിവ് അവിടെ അവസാനിച്ചു. 1500 കൊല്ലം മുമ്പ് ജീവിച്ച ഹബീബായ റസൂലിന്റെ എത്ര പിതാമഹന്മാരുടെ പേര് നമുക്കറിയാം. മിനിമം നമ്മൾ മദ്രസന്ന് 20 പഠിച്ചിട്ടില്ലേ? അവരുടെ വാപ്പ അബ്ദുള്ള അല്ലെ, അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ വാപ്പ അബ്ദു മനാഫ് പറഞ്ഞ് ആ കാലത്ത് എഴുതി വെക്കാൻ ഒരു പേപ്പറും പേനയും ഇല്ലാത്ത കാലത്ത് 20 പിതാക്കളുടെ പേരറിയുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്വന്തം ബാപ്പയുടെ പേരിനപ്പുറം ബാപ്പയുടെ പേരറിയാത്ത ഒരു തലമുറയിലേക്ക് നമ്മൾ വരികയാണ്. കുടുംബ ബന്ധം നിലനിർത്താനേ അള്ളാഹു നിശ്ചയിച്ചൊരു മാർഗമുണ്ട്. എന്താ നിങ്ങള്? റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, എന്റെ മാതാപിതാക്കൾ മരിച്ച്, 2 മരിച്ച്, അവർക്ക് വേണ്ടി ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ 3 കാര്യങ്ങൾ എന്തായാലും ചെയ്യണം. 1, അവർക്ക് വേണ്ടി എപ്പോഴും നീ പ്രാർത്ഥിക്കണം. നമ്മുടെ ചില ഗൾഫുകാരൊക്കെ പറയും, ഞാൻ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പോഴാണ്? 1, ഗൾഫിക്ക് വരുന്ന അന്ന് രാവിലെ ബാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി വരും. പിന്നെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ചെന്നാല് അന്നൊന്ന് ബാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോകും. കഴിഞ്ഞു. ബാപ്പാക്കും ഉമ്മാക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി ഓല ഖബറിന്റെ അടുത്ത് പോകണ്ടട്ടോ. ഇസ്ലാമിൽ എവിടെയും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവണം കേട്ടോ, എപ്പോഴും. 1. 2 കാര്യങ്ങള്, മാതാപിതാക്കളിലൂടെ നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങളെ അവരുടെ മരണശേഷം നീ കൊണ്ടു നടക്കണം. എന്റെ വാപ്പയും ഉമ്മയും എത്ര വ്യാപകമായിട്ടാണോ കുടുംബ ബന്ധങ്ങളെ കൊണ്ടു നടന്നത്, ആ ബന്ധങ്ങളെ അവരുടെ കാലശേഷം ഞാൻ കൊണ്ടു നടക്കണം. വിദൂരത്തുള്ള ബാപ്പാന്റെ പഴയൊരു ബന്ധത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴേ ആ വീട്ടിലെ പ്രായമുള്ള ആളുകൾ നോക്കും വാതിൽക്കന്ന്, ജേതാ കുട്ടിയെ? പാപ്പ ഞാൻ വരുന്നത് ഇങ്ങനെ മുണ്ടേരീന്നാ വരുന്നത്. ആ മുണ്ടേരീന്ന് ആരാ പജ്? ഞാൻ മുണ്ടേരീന്ന് നമ്മളെ കുഞ്ഞാന്റെ കുട്ടി. അല്ലാ, കുഞ്ഞാന്റെ കുട്ടിയാജ് കയറിയിരിക്ക്, നല്ലൊരു മനുഷ്യനെ ഇനി പടച്ചോൻ പുറത്തു കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. എന്താലേ അതിലപ്പുറം പ്രാർത്ഥനയൊക്കെ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും ഇവിടുന്ന് കിട്ടാള്. അതുകൊണ്ടാ റസൂല് പറഞ്ഞത്, മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ കുടുംബ ബന്ധങ്ങളെ നീ കൊണ്ടു നടക്കണമെന്ന്. മറക്കാതെ അത് കൊണ്ടു നടക്കേണ്ട ചുമതല ഇരിക്ക. അതോടൊപ്പം എനിക്കുണ്ടായ പുതിയ ബന്ധങ്ങൾ, വിവാഹത്തിലൂടെ എനിക്കുണ്ടായ പുതിയ ബന്ധങ്ങളും ഞാൻ ചേർത്ത് കൊണ്ട് നടക്കണം. എന്റെ ശേഷം എന്റെ മക്കൾ അത് കൊണ്ടു നടക്കണം. എന്റെ മക്കൾക്കറിയോ ഏതൊക്കെ കുടുംബങ്ങളിത്? നമ്മളെ വാപ്പ ചെറുപ്പത്തില് നമ്മളെ കൊണ്ട് വിരുന്നു വാർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, രോഗമായപ്പോ സന്ദർശിച്ച്, മരണ വീട്ടിൽ പോയിട്ടൊക്കെ അല്ലേ നമ്മൾ ബന്ധങ്ങൾ അറിഞ്ഞ്
നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഒരു 10-15 വയസ്സിന്റെ മേലക്ക് ഒരു 25 വയസ്സിന്റെ ഇടക്കൊക്കെ ഉള്ള ആ ആൺകുട്ടികളോ പെൺകുട്ടികളോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഏതെങ്കിലും രോഗിനെ കാണാനോ ഒരു മരണ വീട്ടിലൊക്കെ പോകണ നിങ്ങൾ കണ്ടുക്കണോ? റോട്ട് കൂടെ നിങ്ങൾ നോക്കേണ്ടി, ഒരു മരണ വീട്ടിൽ ആൾക്കാർ പോകണേ നോക്കേണ്ടി, ഒരു 40 വയസ്സിന് മേലക്കുള്ള കറുത്ത പർദ്ദട്ട താത്താര് മാത്രം ഒരു പ്രകടനമായിട്ട് ഇങ്ങനെ പോണ കണ്ട നിങ്ങൾ വണ്ടിയിലൊക്കെ പോകാൻ ഉറപ്പിച്ചോളി, ആരോ ഒരാൾ മരിച്ചിരിക്കണം. ഒരേ പോവുള്ളൂ. ഒരു 40ന്റെ മേലക്ക് ഒരു 15-20 വയസ്സുള്ള നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഒരു മരണ വീട്ടിൽ പോകുന്നതോ ആ മയ്യത്ത് കാണാൻ പോകുന്നതോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ ആ മയ്യത്തിന്റെ കൂടെ പോകുന്നതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുക്കണം. ഞാൻ ഇപ്പം ഒരു രസകരമായ ഒരാളൊരു അനുഭവം പറഞ്ഞു. അള്ളാഹു അല്ല എന്താ എനിക്കറിയില്ല. മൂപ്പര് പറയാണ്, ഇങ്ങനെ പോകുമ്പോൾ ഒരു പയ്യൻ മുടിയൊക്കെ ഇങ്ങനെ പ്രത്യേകം വെട്ടിയൊരു പയ്യൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫോൺ ഇങ്ങനെ, അപ്പോൾ വല്യപ്പാൻ്റെ മയ്യത്തിന്റെ തൊട്ട് ബാക്കിലെ ഉള്ളത് അവൻ്റെ വല്യപ്പ മരിച്ചിരിക്കണേ. അപ്പോൾ ഫോണൊക്കെ ഇങ്ങനെ കോള് വരുമ്പോൾ അപ്പോൾ അതിങ്ങനെ ഓഫാക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ഓലൊക്കെ റിംഗ് ടോണർ കോലയ്ക്കാറില്ല. അവസാനം ഇപ്പോൾ ഫോൺ തന്നെ പറഞ്ഞത് ഇപ്പം വിളിക്കല്ലേ, ഞാനൊരു ചൊറയിപ്പെട്ടുകയാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. എന്താ ചോരാരങ്ങൾ വല്യപ്പ മരിച്ചത് അല്ലേ? ഇതാണ് കാലം. ഓനെ കുറ്റം പറയണ്ട, അവരെ കുറ്റം പറയണ്ട. അവര് ജീവിക്കുന്ന ലോകം അങ്ങനത്തെ ഒരു ലോകാണ്. ആ ലോകത്ത് ഈ ബന്ധത്തിന്റെ പവിത്രത അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നത് നമ്മളാണ്. നമ്മൾ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയപ്പോൾ കുടുംബത്തിനെ മൊത്തം കൊണ്ടുപോയിക്കണ്, 2 ദിവസം റൂം എടുത്ത് പാർത്തിക്കണ്. പക്ഷെ എളാപ്പാന്റെ കല്യാണത്തിന് പോയപ്പോ ഞാൻ പോയിക്കോളാം അങ്ങോട്ട് ഒന്നോളി, നമ്മൾ ഒറ്റക്ക പോയത്. കുടുംബത്തിനെ കൊണ്ടുപോയിട്ടില്ല, കാട്ടിക്കൊടുത്തിട്ടില്ല, വിരുന്ന് പാർത്തിട്ടില്ല, പാർപ്പിച്ചിട്ടില്ല. ബന്ധത്തിന്റെ ആഴവും പരപ്പും അവർക്കറിയില്ല. കുടുംബബന്ധം നാമാവശേഷമാവാനുള്ള, അതിന് ഈ ഒരു വംശനാശം സംഭവിക്കാനുള്ള ഒന്നാമത്തെ കാരണം ബന്ധത്തിന്റെ വ്യാപ്തിയെ നമ്മൾ ഇല്ലാതാക്കി. അത് നമ്മളെ കുറ്റക്കാരിട്ടോ, അത് ഈ തലമുറയല്ല, നമ്മളാണ് കുറ്റക്കാര്. നമ്മളത് ചെയ്തില്ല. രണ്ടാമത്തെ കാരണം എന്താ? നിങ്ങള് കുടുംബമായി ജീവിക്കുന്നവർ തന്നെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയെ മറന്നു. ഏട്ടനും അനുജനും തെറ്റില്ല, അനുജത്തെയും ജ്യേഷ്ഠത്തെയും തെറ്റില്ല. ജ്യേഷ്ഠന്റെ ഭാര്യയും അനുജന്റെ ഭാര്യയും തമ്മിൽ ഒരു വീട്ടിൽ പാർത്തിട്ട് പോലും അവര് മിണ്ടിയിട്ട് കൊല്ലങ്ങളായി. അയൽപക്കത്ത് പാർക്കുന്ന എളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കള് മതിലിന്റെ അപ്പുറത്തേക്ക് ഒരു കോഴി പോലും പോകാതിരിക്കാൻ കനത്ത സെൻട്രൽ ജയിൽ പോലത്തെ മതിലാ. മിണ്ടാറില്ല, പറയാറില്ല, കേൾക്കാറില്ല. എളാപ്പാൻ ആശുപത്രി കൊണ്ടുപോയിന്ന് ഇപ്പുറത്ത് പാർക്കുന്ന മൂത്താപ്പ അറിഞ്ഞത് ഗൾഫിൽ നിന്ന് ആരോ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടപ്പോഴാ. അറിഞ്ഞിട്ടില്ല. ആ മതിലിന്റെ അപ്പുറത്ത് ആംബുലൻസ് വന്നതും കൊണ്ടുപോയതും അവരറിഞ്ഞിട്ടില്ല. ബന്ധത്തിന്റെ വിശുദ്ധി, ബന്ധത്തിന്റെ മഹത്വം നമ്മൾ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ ഭാര്യയും ഭർത്താവ് 10-70 വയസ്സായിട്ടുണ്ട് ഭർത്താവിന്, ഭാര്യയ്ക്ക് ഏകദേശം 60-65. ഞാൻ അവിടെ കേട്ട രസകരമായ ഒരവസ്ഥ, 25 കൊല്ലമായി അവർ തമ്മിൽ മിണ്ടിയിട്ടില്ല. അത്ര 25 കൊല്ലമായി അവർ തമ്മിൽ മിണ്ടിയിട്ടില്ല. ഒരു വീട്ടിലെ പാർക്കണേ, ഡ്രസ്സൊക്കെ ഭാര്യ അലക്കണേ, ഭക്ഷണമൊക്കെ ഭർത്താവ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പക്ഷേ അവർ കിടക്കുമ്പോൾ 2 ഇടത്താ കിടക്കുന്നത്. പണ്ടെന്നോ എന്തോ കണ്ടതിന്റെ പേരിൽ പരസ്പരം പിണങ്ങിയതാ. 25 കൊല്ലമായി അവർ മിണ്ടുന്നില്ല. അല്ലേ? ഒരു മനുഷ്യൻ, 2 മനുഷ്യർ തമ്മിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ മാനസികമായി തെറ്റിപ്പോയാൽ ആ തെറ്റിന് അള്ളാഹു നിശ്ചയിച്ച പരമാവധി അനുവദിക്കപ്പെട്ട സമയത്തേണ് 3 ദിവസം. 3 ദിവസം അവർക്ക് തെറ്റാൻ അധികാരമുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ തെറ്റൽ 4ാമത്തെ ദിവസത്തിലേക്ക് പോയാൽ അത് കുറ്റമാണ്. റസൂൽ പറഞ്ഞത് 4ാമത്തെ ദിവസത്തിലേക്ക് പോയാൽ തെറ്റാണ്. അവർ നന്നാവുന്നതിന് മുമ്പ് അവരിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ 2 ആളും അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റവാളിയാണ്. ജ്യേഷ്ഠനും അനുജനും തെറ്റിയിട്ടുണ്ടേ. ഈ ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാട്ടുകാർ പറയാൻ എങ്ങനെയറിയോ? സ്കൂളിലേക്ക് പോകുമ്പോ ജ്യേഷ്ഠൻ അനുജനെ ഒക്കത്ത് വെച്ചാത്രേ സ്കൂളിൽ കൊണ്ടുപോയത്. ഉമ്മയല്ല അത്രേ അനുജനെ കുളിപ്പിക്കാറ്, ഈ ജ്യേഷ്ഠനാത്രേ. ഭക്ഷണം വാരിക്കൊടുത്തത് ഈ ജ്യേഷ്ഠനാത്രേ. അത്ര ഇഷ്ട ജ്യേഷ്ഠനും അനുജനും തമ്മിൽ. പക്ഷെ ബാപ്പാന്റെ സ്വത്ത് ഓരി വെച്ചപ്പോ 2 ആളും തെറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് അനുജന് അറ്റാക്ക് വന്നിട്ട് കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുടെ ICUവിലാണ് എന്ന വാർത്ത ജ്യേഷ്ഠൻ കേട്ട് അയാളുടെ മനസ്സിന്റെ ഉള്ളില് അനുജനോടുള്ള പ്രണയം അതിങ്ങനെ തിളച്ചു പൊന്തി. അയാൾ ആശുപത്രിക്ക് ഓടി അനുജനെ കാണാൻ. പക്ഷേ ICUവിന്റെ വാതിൽ അടഞ്ഞിട്ടുണ്ട്. ഇനി നാളെ രാവിലെ 7 മണിക്ക് തുറക്കുള്ളൂ. അയാൾ ഡോക്ടറോട് കണഞ്ഞു പറഞ്ഞ്, ഒന്ന് കണ്ടാ മതി സാറേ, എനിക്കൊന്നും പറയണ്ട, എന്റെ അനുജന്റെ കണ്ണിലേക്ക് നോക്കി എനിക്കൊരു മാപ്പ് ചോദിക്കണം, അത്രയേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു പറ്റൂല, അവിടെ വേറെ രോഗികളുണ്ട്, ആശുപത്രിക്ക് നിയമമുണ്ട്, നാളെ രാവിലെ 7 മണിക്ക് വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് പോകാം. അയാള് ആ ചില്ലുവാതിലിൽ ചാരി ഇരുന്നു. വീട്ടുകാർ പറഞ്ഞു, കാക്ക വീട്ടിക്ക് പോയിക്കോളേ,
നിങ്ങൾ രാവിലെ വന്നോളി, 7 മണിക്ക് മുമ്പ് എത്തിയാ പോരെ. പോയില്ല. എന്നാ റൂമുണ്ട്, നിങ്ങൾ റൂമിൽ പോയി കിടന്നോളി, ഞങ്ങൾ വിളിച്ചോളാം രാവിലെ. മൂപ്പര് പോയില്ല. എന്റെ അനുജനെ കാണണം, അവന്റെ കൈ പിടിക്കണം, മാപ്പ് ചോദിക്കണം, എന്നിട്ടേ പോവൂ. 7 മണി വരെ ഞാനിവിടെ ഉണ്ടാവും. 3 മണിക്ക് ICUവിന്റെ വാതിൽ തുറന്നിട്ടേ പുറത്തേക്ക് തലയിട്ട നഴ്സ് പറഞ്ഞു, ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളി, ഇത്തിരി മോശമാണ് അവസ്ഥ. ഉള്ളിലേക്ക് കയറി ചെന്നപ്പോ പാത്രത്തിൽ ഇത്തിരി വെള്ളവും ഒരു തുണിക്കഷ്ടവും കൊടുത്തത്രേ അനുജൻ ഇത്തിരി വെള്ളം കൊടുക്കാൻ. അയാൾ കൊടുത്ത വെള്ളം കവിളിലൂടെ പുറത്തേക്ക് ഒഴുകി, മരിച്ചു. ഇപ്പോഴും കാണുമ്പോ സങ്കടം. പടച്ചോ എനിക്ക് ഒരു സമയം തന്നില്ലല്ലോ ഉസ്താദെ, ഒരു മാപ്പ് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു പടച്ചോന്റെ കുറ്റല്ല. എത്രയോ തവണ ആ വീട്ടുമുറ്റത്തിലൂടെ ആ വീട്ടിലേക്ക് നോക്കാതെ നിങ്ങൾ നടന്നില്ലേ? ഒരേ പള്ളിയുടെ വാതിലിലൂടെ നിസ്കരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ മുഖത്തേക്ക് നോക്കാതെ നടന്നില്ലേ? അതൊക്കെ പടച്ചോൻ തന്ന സമയല്ലേ? അത് കളഞ്ഞിട്ട് പടച്ചോനെ കുറ്റം പറയണ്ട, ഇനി അനുഭവിച്ചോളി, പരലോകത്തുനിന്ന് കാണാം അല്ലേ? ബന്ധങ്ങളുടെ പവിത്രത, അതിന്റെ ശ്രേഷ്ഠത അറിയാതെ നമ്മളത് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, കുടുംബങ്ങൾ ഉണ്ടാവുന്നത് വിവാഹങ്ങളിൽ കൂടിയാണ്. എന്താ നാട്ടിലെ വൈവാഹിക രംഗത്തിന്റെ നിലവിലുള്ള അവസ്ഥ? ഗൾഫിലൊക്കെ വന്നിട്ട് 3ാമത്തെ വട്ടം കല്യാണം കഴിക്കാൻ വന്നിട്ടേ കല്യാണം ശരിയാവാതെ തിരിച്ചു പോകുന്നതിന്റെ തലേ ദിവസം സങ്കടപ്പെട്ട് ഫോൺ ചെയ്തു ഒരു ചെറുപ്പക്കാരൻ, ഉസ്താദെ ഇപ്രാവശ്യം ശരിയായില്ലട്ടോ, ഇനി തൽക്കാലം ഞാൻ പെണ്ണ് കെട്ടണ്ടാൻ തീരുമാനിച്ചു. കിട്ടുന്നില്ല. ഒരു വൈവാഹിക ഭക്തി, എന്റെ ഈ ഫോണിൽ 2-3 വൈവാഹിക ഭക്തികളുണ്ട്. ഇടക്കിളിക്ക് ഒരുപാട് കിളികളൊക്കെ പേര് പറഞ്ഞിട്ട്. പക്ഷെ അതിലൊക്കെ രസം എന്താ അറിയോ? അതിലൊന്നും പെണ്ണുങ്ങളെ കാണാനല്ല, ഒക്കെ ആണുങ്ങളാ. വരൻ വധുവിനെ തേടുന്നു, വധുവിനെ തേടുന്നു, വധുക്കളെ കാണാനല്ല. എവിടെ വധു? മധുര 17 എന്ന കല്യാണ പ്രായമൊക്കെ കടങ്കഥയായി. മധുര 27 കഴിഞ്ഞ് മധുര 37 കഴിഞ്ഞാലും എന്തിനാണ് കല്യാണം എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി. 4 ചോദ്യങ്ങളാ അല്ലെങ്കിൽ 4 ഉത്തരങ്ങളാ നമ്മുടെ മക്കൾ പറയണേ. എന്തിനാ ഇത്ര തിരക്ക് കല്യാണത്തിന്? കല്യാണം വേണമെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോ അപ്പൊ കഴിച്ചാ പോരെ. എന്തിനാ ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ തിരക്കൂട്ടി കല്യാണം കഴിപ്പിക്കണേ? ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കഴിച്ചോളാം, നിങ്ങൾ നിർബന്ധിക്കണ്ട ഒരു കൂട്ടം. രണ്ടാമത്തേത്, എന്തിനാ കല്യാണം കഴിക്കണേ? നമ്മളെ പ്രധാനമന്ത്രി പോലും കല്യാണം കഴിച്ചിട്ടില്ല, മഹാന്മാരായ പല ആൾക്കാരും കല്യാണം കഴിച്ചിട്ടില്ല, നമ്മുടെ പഴയ രാഷ്ട്രപതി കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് കല്യാണം കഴിക്കാതെ ജീവിക്കാലോ, ഞങ്ങൾ കല്യാണം കഴിക്കാതെ ജീവിച്ചോളാം. 2. മൂന്നാമത്തെ മറുപടി എന്താ അറിയോ? ഞങ്ങെന്തിനാ കല്യാണമൊക്കെ? കല്യാണം എന്ന് പറഞ്ഞാൽ വലിയ അടങ്ങാറല്ലേ? ഞങ്ങൾ കല്യാണം കഴിക്കാതെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവര് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം, ആ ഇഷ്ടം തീരുമ്പോ ഞങ്ങൾ പിരിഞ്ഞു പോയിക്കോളാം. എന്തിനാണ് ഈ കല്യാണത്തിന്റെ കെട്ടുപാടൊക്കെ? കെട്ടിക്കഴിഞ്ഞാൽ കുടുങ്ങിയില്ലേ? പിന്നെ കോടതി, കുടുംബ കോടതി, കൗൺസിലിംഗ്, പിന്നെ മഹല്ല് കമ്മിറ്റി, മസ്ലഹത്ത് കമ്മിറ്റി, എന്തൊക്കെ അടങ്ങാറാ. അതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം വേണ്ട, ഞങ്ങളങ്ങനെ ഒരുമിച്ച് ജീവിച്ചോളാം. മൂന്നാമത്തെ ഉത്തരം. നാലാമത്തെ ഉത്തരം എന്താ അറിയോ? ഞങ്ങൾ കല്യാണം കഴിച്ചോളാം, പക്ഷേ പഴഞ്ചൻ കല്യാണത്തിന് ഞങ്ങളില്ല. ഏതാ പഴഞ്ചൻ കല്യാണം? പെണ്ണാണിനെ കെട്ട്, ആണ് പെണ്ണിനെ കെട്ടാൻ ഞങ്ങളില്ല. ഞങ്ങൾ ആണും കിട്ടും, പെണ്ണും കിട്ടും. പഴഞ്ചൻ ആ യാഥാസ്ഥിക വിവാഹങ്ങൾക്ക് ഞങ്ങളില്ല. എന്നിങ്ങനെ പറയുന്ന ഒരു തലമുറ വിവാഹത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നും മാറി നിൽക്കുമ്പോ അവിടെ പതുക്കെ കുടുംബം എന്ന ആശയം ഇല്ലാതാവണം. ഇപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. കുടുംബം എന്ന സംവിധാനം മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും മനുഷ്യവംശത്തിന്റെ ധാർമ്മികതക്കും മനുഷ്യന്റെ സമാധാനത്തിനും മനുഷ്യന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച മനോഹരമായ ഈ ജീവിത വ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ അപകടകരമായ രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ കുടുംബത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പഠിപ്പിച്ച് അതിന്റെ മതപരമായ അനിവാര്യതകളെ മനസ്സിലാക്കി അതില്ലാതായാൽ സംഭവിക്കുന്ന അപകടത്തിന്റെ ആഴത്തെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ ദീർഘിക്കാതെ ഞാനും ഈ 2-3 കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കാം. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചപ്പോ വളരെ ആസൂത്രിതമായ രൂപത്തിലാണ് ഈ ക്യാമ്പയിൻ പ്രഖ്യാപിക്കപ്പെട്ടത്. ഒന്ന്, അതിന്റെ കൃത്യമായ ഒരു നോട്ട് ഉണ്ടാക്കി. ആദ്യം തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മേലെയുള്ള പണ്ഡിതന്മാർ ഇതിന്റെ ഒരു നോട്ട് ഉണ്ടാക്കി.
ആ നോട്ടുണ്ടാക്കിയിട്ട് എല്ലാ ദായിമാർക്കും, നമ്മുടെ നാട്ടിലെ ഏകദേശം 1000-ഓളം പ്രബോധകന്മാർക്ക് ഈ നോട്ടിനെ കുറിച്ച് കൃത്യമായ അറിവ് നൽകി ഒരു ശില്പശാലയിലൂടെ. ഉയർന്ന പണ്ഡിതന്മാര് ഈ നോട്ട് മുമ്പിൽ വെച്ച് പ്രബോധകർക്ക് ഓരോ ആയത്തും ഹദീസും ചരിത്രവും എങ്ങനെ വിശദീകരിക്കണമെന്ന് കൃത്യമായ പരിശീലനം നൽകി. എന്നിട്ട് പറഞ്ഞത്, ഓരോ സംഗമത്തിലും 3 വിഷയം ചുരുങ്ങിയത് സംസാരിക്കണം. 1, കുടുംബ ബന്ധത്തിന്റെ മഹത്വം. 2, കുടുംബത്തിലൂടെ ലഭിക്കുന്ന ശാന്തിയും സമാധാനവും. 3, ഈ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള മാർഗം. ഈ 3 വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്നാണ്. അത് സംസാരിക്കുമ്പോൾ അതിൽ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ഒരു വനിത പ്രബോധകയാവണം എന്നും നിർദ്ദേശിച്ചു. ഓരോ വിഷയങ്ങളും 45 മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നും പഠിപ്പിച്ചു. അതായത് ഏറ്റവും ആസൂത്രിതമായി നടന്ന, കൃത്യമായ പ്ലാനോടുകൂടി നടന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഈ കുടുംബ സംഗമം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നമ്മുടെ കേരള നദുവത്തുൽ മുജാഹിദീൻ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ക്യാമ്പയിനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജയം കണ്ട ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഈ മുജാഹിദ് ഫാമിലി മീറ്റ് എന്നറിയപ്പെടുന്ന ഇസ്ലാഹി ഫാമിലി മീറ്റുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്, ഞാൻ ഈ 3 വിഷയങ്ങളും കൂടി ഒന്ന് ചുരുക്കിയാണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം. 2, അതിന്റെ മഹത്വം. 3, അതിലൂടെ ലഭിക്കുന്ന സമാധാനം. 4, അതിലൂടെ സ്വർഗത്തിലേക്കുള്ള യാത്ര. ഈ 4 കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കണേ. ഒന്നാമതായിട്ട്, ഈ കുടുംബ ബന്ധം എന്നത് നമ്മുടെ വിശ്വാസം പോലെ, നമ്മുടെ ഈമാന് പോലെ, നമ്മുടെ ഇസ്ലാം പോലെ, നമ്മുടെ രക്ഷിതാവ് പടച്ച റബ്ബ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒരു കടമയാണ് കുടുംബ ബന്ധം പാലിക്കൽ. ചെറുതല്ല. അതെനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുമ്പോ ഞാൻ നിർവഹിക്കേണ്ട ഒരു സംഗതിയല്ല. നിർബന്ധമായും പ്രവാചകന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കുന്നുണ്ടേ, എനിക്ക് സ്വർഗത്തിൽ പോകണം റസൂലേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂല് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ശരിക്കും മനസ്സിലാക്കി അംഗീകരിച്ച് ജീവിക്കണം. പിന്നെന്താ ചെയ്യേണ്ടേ? കുടുംബ ബന്ധങ്ങൾ പാലിക്കണം. പിന്നെന്താ ചെയ്യേണ്ടേ? 5 നേരം നിസ്കരിക്കണം. നോക്കി, അതിന്റെ ഒരു മുൻഗണനാക്രമം നോക്കാണി. 5 നേരം നമസ്കരിക്കുക എന്നത് എത്രമേൽ ഗൗരവകരമാണോ അതിന്റെ മുകളിലാണ് കുടുംബ ബന്ധത്തെ കുറിച്ച് സംസാരിക്കുന്നത്. നോക്കൂ, 5 നേരം നിസ്കാരം ഇസ്ലാമിൽ നിർബന്ധമാക്കിയത് എപ്പോഴാ? പ്രവാചകനായി 9 കൊല്ലം കഴിഞ്ഞിട്ടാ. ഇസ്രാ മിറാജിന്റെ ഒക്കെ രാത്രിയിലല്ലേ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കി. എന്നാൽ അതിനു മുമ്പ് പ്രവാചകൻ മക്കയിൽ തന്റെ പ്രബോധനം ആരംഭിച്ച കാലത്ത്, മക്കയിൽ പ്രവാചകനോടുള്ള എതിർപ്പ് രൂപപ്പെട്ട കാലത്ത്, മക്കൾക്ക് പുറത്തുള്ള ചില ആളുകള് മക്കയിലുള്ള മുശ്രിക്കുകളോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ ആള് പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഒരു പറഞ്ഞാണ്ട്, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരുണ്ട്. അയാൾ എന്തൊക്കെയാണ് ജനങ്ങളോട് പറയണേ? അയാൾ ജനങ്ങളോട് എന്തൊക്കെയാ പറയണേ? അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല, സക്കാത്ത് നിർബന്ധമായിട്ടില്ല, നോമ്പ് നിർബന്ധമായിട്ടില്ല, അനന്തരാവകാശ നിയമം, വിവാഹ നിയമം, രാഷ്ട്ര നിയമം ഇതൊന്നും അവതരിപ്പിച്ചിട്ടില്ല. മദ്യം ഹറാമാക്കിയിട്ടില്ല, പലിശ ഹറാമാക്കിയിട്ടില്ല, ഇതൊന്നും നിഷിദ്ധമാക്കിയിട്ടില്ല. ആ കാലത്ത് അവർ ചോദിച്ചു, ആ പ്രവാചകൻ എന്തിനെ പറ്റിയാ നിങ്ങളോട് പറയുന്നത്? അവർ പറഞ്ഞു, ആ പ്രവാചകൻ ഒന്നാമതായി പറയുന്നത് എല്ലാ ആരാധ്യന്മാരെയും ഒഴിവാക്കി ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാ പറയുന്നത്. പിന്നെന്താ പറയണേ? കുടുംബ ബന്ധങ്ങൾ ചേർക്കണം എന്നാണ് പറയുന്നത്. ഏതാ കാലം എന്നറിയങ്ങള്? ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കുടുംബ ബന്ധങ്ങൾ ചേർത്തു പിടിക്കണമെന്നതാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. വ എന്ന പദം ഉപയോഗിച്ച് 2 അറബി പദങ്ങളെ ചേർത്ത് പറയുമ്പോൾ അവ തമ്മിൽ പ്രാധാന്യത്തിന്റെ കാര്യത്തിൽ വളരെ ഒന്നിച്ചു നിൽക്കുന്ന, ഞാനും പ്രധാനമന്ത്രി എന്ന് പറയല്ല, പ്രധാനമന്ത്രിയുടെ കൂടെ പറയണമെങ്കിൽ പ്രസിഡന്റും പ്രധാനമന്ത്രിയും എന്ന് പറയാം. വ എന്ന പദം ഉപയോഗിച്ച് 2 പദങ്ങളെ ചേർത്ത് പറയുമ്പോൾ അത് രണ്ടും പ്രധാനപ്പെട്ടതാവണം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം,
കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കുക എന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ബോധ്യപ്പെടേണ്ടതുണ്ട്. മനുഷ്യൻ ലോകത്ത് വരും മുമ്പ്, ആദം നബി ലോകത്ത് വരും മുമ്പ് ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ കൂട്ടത്തിൽ അള്ളാഹു നിശ്ചയിച്ചതാണ് മനുഷ്യൻ കുടുംബമായിട്ടാണ് ലോകത്ത് ജീവിക്കേണ്ടത്. അന്ന് അള്ളാഹിനോട് ചോദിച്ചത്രേ, മനുഷ്യന്മാരെങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നത്? വലിയ പ്രയാസമല്ലേ? ഒരാള് മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന കുടുംബ വ്യവസ്ഥിതി അത് മനുഷ്യന്മാർ കൊണ്ടു നടക്കുമോ? എല്ലാ മനുഷ്യന്മാരും ഒറ്റക്കൊറ്റക്ക് സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ? അവരെങ്ങനെ ഈ കുടുംബമായിട്ടൊക്കെ ജീവിക്കോ? അങ്ങനെ ജീവിക്കത്തക്ക വല്ല സംവിധാനവും പടച്ച റബ്ബേ നീ ഒരുക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം അള്ളാഹിനോട് നേരിട്ട് അതിന് മുമ്പ്. അപ്പൊ അള്ളാഹ് പറഞ്ഞ മറുപടി എന്താ അറിയോ? അതെ, ഞാൻ അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. എങ്ങനെ? ഞാൻ ഏൽപ്പിച്ച കുടുംബ ബന്ധത്തെ ആരാണോ ചേർത്തു പിടിക്കുന്നത് അവരോട് മാത്രമേ എനിക്ക് ബന്ധം ഉണ്ടാവുള്ളൂ. ആ ബന്ധങ്ങളെ ആരാണോ മുറിച്ചു കളയുന്നത് അവരുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടാവില്ല. എന്റെ സ്വർഗം, എന്റെ പാപമോചനം, എന്റെ കാരുണ്യം ഇതൊന്നും അവർക്ക് കിട്ടൂല, കൊടുക്കൂല. പോരെ? അതുപോലെ അത് മതി, അത് മതി. അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ പാപമോചനവും അള്ളാഹുവിന്റെ കാരുണ്യവും അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗവും ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മേലും രക്ഷിതാവ് നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഈ പറയപ്പെട്ട കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ബന്ധങ്ങൾ ചേർത്തു പിടിച്ചോളണം. കുടുംബ ബന്ധത്തിന് അള്ളാഹു കൊണ്ടുപോയി വെച്ചത് എവിടെയാ നിങ്ങള്? കുടുംബ ബന്ധത്തിന് അള്ളാഹു കൊണ്ടുപോയി സ്ഥാപിച്ചത് അള്ളാഹുവിന്റെ അർശിലാണ്. അതിന്റെ മേലക്കൊരു സ്ഥാനമല്ല, അവിടെ കൊണ്ടുപോയി വെച്ച് അവിടുന്ന് ആ കുടുംബ ബന്ധം എപ്പോഴും വിളിച്ചു പറയുമത്രേ, ആരാണോ ഞാനുമായി ബന്ധം ചേർക്കുന്നത് അവരോട് അള്ളാഹുവിന് ബന്ധമുണ്ട്. ഞാനുമായുള്ള ബന്ധം ആരാണോ മുറിച്ചു കളയുന്നത് അവരുമായിട്ടുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. അവരുടെ ആരാധനകൾ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹ്മിൻ. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോവില്ല, സ്വർഗ്ഗത്തിൽ പോവില്ലാന്ന്. ആര്? ഖാത്തിഉ റഹ്മിൻ. ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ചുന, ഖാത്തിഉ എന്ന് പറഞ്ഞാൽ മുറിച്ചവൻ, കുടുംബബന്ധം മുറിച്ചവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാഹു പല ഭാഗത്തു നിന്ന് ഇങ്ങനെ കുടുംബത്തിന്റെ ബന്ധങ്ങൾ കണക്ഷനായിട്ട് തന്നേക്കുക, അതിലൊന്ന് മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്ത് പോവില്ല, സ്വർഗത്ത് പോവില്ല. അതിനു വേണ്ടിയോ പണിയെടുക്കണ്ട. പണിയെടുക്കണോ? ആദ്യം ഈ മുറിഞ്ഞ ആ സർക്യൂട്ട് ഉണ്ടല്ലോ, ആ സർക്യൂട്ട് അവൻ പുനഃസ്ഥാപിക്കണം, എന്നിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അള്ളാഹ് സ്വീകരിക്കൂലെന്നാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ത്? കുടുംബ ബന്ധത്തിന്റെ വലിപ്പം, അതിന്റെ മഹത്വം, അതൊരു തമാശയല്ല എന്നുള്ളത്. അതിന് നമുക്കൊരു റോളുമില്ല. എന്റെ ബാപ്പ ആരാവണമെന്ന് ഞാനല്ലോ തീരുമാനിച്ച്, എന്റെ ഉമ്മ ഇന്ന സ്ത്രീ ആവണമെന്ന് എന്റെ തീരുമാനമല്ലല്ലോ. എന്റെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടവരാവണമെന്നത് ഞാൻ തെരഞ്ഞെടുത്തല്ല. അതൊക്കെ പടച്ചോ നിശ്ചിതാട്ടോ. എന്റെ എളാപ്പ ആ എളാപ്പാനെ എളാപ്പയായിട്ട് കൊണ്ടെടുക്കണം, ഇതെന്റെ മൂത്താപ്പേട്ടോ ആ മൂത്താപ്പാനെ മൂത്താപ്പയെ കൊണ്ടെടുക്കണം. പ്രവാചകനോട് ചോദിച്ചു, എന്റെ മാതാവിന്റെ, എന്റെ ഉമ്മയുടെ സഹോദരിമാരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? എളാമ്മ മൂത്താമ്മ എന്നൊക്കെ പറയില്ലേ, അവരോട് ഞാൻ എങ്ങനെ പെരുമാറേണ്ടത്? അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, നിന്റെ ഉമ്മയുടെ സഹോദരിമാർ നിന്റെ ഉമ്മയെ പോലെയാണെന്ന്. അതായത് എന്റെ ഉമ്മയോട് ഞാൻ എങ്ങനെ പെരുമാറണോ വാക്കിലും പ്രവൃത്തിയിലും അതുപോലെയാവണം എന്റെ ഉമ്മയുടെ സഹോദരിമാരോട് ഞാൻ പെരുമാറേണ്ടത്. അള്ളാഹ് നിശ്ചയിച്ചതാ, അള്ളാഹ് നിശ്ചയിച്ചതാ. മുത്തമ്മാന്റെ അടുത്തൊക്കെ പോകാത്ത ആൾക്കാരുണ്ടാവും, എളാമാനൊക്കെ കണ്ടിട്ട് കാലങ്ങളായ ആൾക്കാരുണ്ടാവും. എന്തേ? നമുക്ക് ആ ബന്ധത്തിന്റെ വലിപ്പം അറിയില്ല, അതിന്റെ മഹത്വം അറിയില്ല, അതിന്റെ ശ്രേഷ്ഠത അറിയില്ല. അതുകൊണ്ട് മറ്റു പല ബന്ധങ്ങൾക്കും നമ്മൾ കുടുംബ ബന്ധത്തെക്കാൾ ശ്രേഷ്ഠത കൊടുക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങൾക്ക് എന്താ പേര് പറയാ? മുഹാജിറുകൾ. ആ മുഹാജിറുകളെ സ്വീകരിച്ച, അഭയാർത്ഥികളായി വന്ന മുഹാജിറുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മദീനയിലെ മുസ്ലിങ്ങൾക്ക് എന്താ പേര് പറയാ? അൻസാറുകൾ. ആ അൻസാറുകള് അവർക്കുള്ളതൊക്കെ മുഹാജിറുകൾക്ക് പകുത്തു കൊടുത്തല്ലോ അല്ലെ. വീടും സ്വത്തും ഇണകളെപ്പോലും തലാക്ക് ചൊല്ലി അവർ മുഹാജിറുകൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തില്ലേ.
മരിച്ചപ്പോ ചില ആളുകളൊക്കെ അവരുടെ സ്വത്തിന്റെ ഒരു ഭാഗം അനന്തരാവകാശമായി മുഹാജിറുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അല്ലാഹ് ഖുർആനിൽ ആയത്തിറക്കി, അത് പാടില്ല. അനന്തരാവകാശം കുടുംബ ബന്ധങ്ങൾക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാ. ആ കുടുംബ ബന്ധത്തിന്റെ മേലെ വേറെ ഒരു ബന്ധമില്ല. സൗഹൃദ ബന്ധം, ആദർശ ബന്ധം, ഏത് ബന്ധമാവട്ടെ, അത് കുടുംബ ബന്ധത്തിന്റെ മേലെയല്ല, കുടുംബ ബന്ധമാണ്. റസൂൽ പറഞ്ഞില്ലേ, അവർ. കുറെ ആൾക്കാരെ കുടുംബത്തിന്റെ പേരെടുത്ത് പറഞ്ഞു. അവർ ആദർശപരമായി എന്റെ ശത്രുക്കളാണ്, അവർ ശിർക്കിന്റെ ഭാഗത്താണ്. പക്ഷേ അവരും ഞാനും തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. ആ ബന്ധം ഞാൻ പുലർത്തുക തന്നെ ചെയ്യും. നമ്മളെ പുതിയ ചില ആവേശം, ആദർശമൊക്കെ ഉൾക്കൊണ്ട് ചില ആൾക്കാർ പറയണ്ടേ, ഞാനിപ്പോ അമ്മാന്റെയും ബാപ്പാന്റെയും അടുത്തേക്ക് പോകലെന്നല്ല. എന്ത്, അവരിപ്പോഴും ആ ഖുറാഫാത്തില, എത്ര പറഞ്ഞിട്ടൊരു മാറ്റമല്ല, ഞാൻ അങ്ങോട്ട് പോകലെന്നല്ല. അത് ഇസ്ലാമല്ല. ഒരു ഇസ്ലാം മതം വിട്ട് വേറെ ഒരു മതത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവരോടുള്ള ദുന്യാവിലെ ബാധ്യതകൾ ഞാൻ നിർവഹിച്ചോളണം. അലി ഇബ്നു അബീ ത്വാലിബ് അല്ലേ, അബൂ താലിബ് എങ്ങനെ മരിച്ചേ? മുസ്ലിം ആകാതെ മരിച്ചേ, മുശ്രിക്കായിട്ടാ മരിച്ചേ. ആ അബൂ താലിബിന്റെ മയ്യത്താരെ കുളിപ്പിച്ചാലങ്ങള് അലിയെ കുളിപ്പിച്ചേ. റസൂലുള്ളാഹി പറഞ്ഞയച്ച അലി പോയിട്ട് വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ചു വാ. ബന്ധങ്ങളാ. അത് ആദർശം അപ്പുറത്താണ് ഇപ്പുറത്താണ്, അല്ലെങ്കിൽ അങ്ങട്ടാണ്, ഗ്രൂപ്പ് അങ്ങട്ടാണ് ഇങ്ങട്ടാണ്, അതൊന്നും ഒരു ബന്ധത്തെ ഇല്ലാതാക്കുന്നില്ല. ഇനി ഒരു മതം തന്നെ മാറി എങ്കിൽ പോലും ആ ബന്ധങ്ങളെ ബന്ധങ്ങളായി കൊണ്ടുനടക്കണമെന്നാ. അതാ ഇസ്ലാമിന്റെ കൽപ്പന. അത് അത്ര ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ടാണോ ചെറിയൊരു ഓളെ അവിടുത്തെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ കല്യാണത്തിന് ഓനെ വിളിക്കൂല അല്ലെ? അങ്ങനെ ചെറിയ ഈഗോയുടെ പേരില പലപ്പോഴും ജ്യേഷ്ഠനും അനുജനൊക്കെ തെറ്റിയേക്കുക. എന്താ കാരണം എന്നറിയങ്ങള്? ചെറിയ കുട്ടികള് വീട്ടിൽ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയപ്പോ അവരുടെ ഉമ്മമാർ ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞപ്പോ അതിലുണ്ടായ തീഷ്ണത ഒരു ഉമ്മാന്റെ വയറ്റിൽ പിറന്ന ആണുങ്ങളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റിയേക്കുക അല്ലേ? ബന്ധത്തിന്റെ ഗൗരവം നമുക്കറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെന്നാ, ഞാൻ നിശ്ചയിച്ചു കൊടുത്ത കുടുംബ ബന്ധങ്ങൾ, അത് മുറിച്ചു കളഞ്ഞവരുടെ ഇബാദത്തുകൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട, അത് അവിടെ വെച്ചോ, എനിക്ക് വേണ്ട. മരിക്കുന്നതിനു മുമ്പ് അവർ നന്നാവുകയാണെങ്കിൽ, തൗബ ചെയ്യുകയാണെങ്കിൽ മാത്രം ആ അമലുകൾ ഞാൻ സ്വീകരിക്കും അല്ലേ? ഹജ്ജിന് പോണതിന്റെ തലേന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും, ഈ കാരണോടെ വരിയിൽ പോയിട്ട് യാത്ര ചോദിച്ചോ? അത് ഇത്രയും കാലം ഞാൻ വിട്ടു നിന്നു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാനാണ് പോണില്ല. അപ്പൊ ആരെങ്കിലൊക്കെ പറയും, ഹജ്ജിന് പോകല്ലേ, ഒന്ന് ചോദിച്ചു പോര്. അത് വേണ്ടേ, അത് വേണ്ട, അങ്ങനെ തന്നെ നോട്ടെ. എന്തിനാണ് ഹജ്ജ്? എന്തിനാണ് ഉംറ? പടച്ചോൻ സ്വീകരിച്ചിട്ടില്ല. പടച്ചോൻ സ്വീകരിക്കണമെങ്കിലേ അള്ള നിശ്ചയിച്ച ബന്ധങ്ങൾ ഇങ്ങനെ. അപ്പൊ നമ്മളെന്താ പറയാറോ? ഇങ്ങോട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ടാവും. എന്താ റസൂൽ പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കലല്ല വലിയ കാര്യം, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് മിണ്ടാത്ത എളാപ്പാന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് എന്നിട്ട്, എളാപ്പ അസ്സലാമു അലൈക്കും, സുഖല്ലേ, ഇറങ്ങിപ്പോടാന്റെ വളപ്പെന്ന്, ഇറങ്ങിക്കോളി, എന്നാലും നമ്മളെ കാര്യം സലാമത്ത്. റസൂൽ പറഞ്ഞതാ, ബന്ധം നന്നാക്കാൻ ആരാണോ സലാം പറഞ്ഞ് തുടങ്ങിയത് അവൻ കുറ്റവിമുക്തനായി. ബന്ധം നന്നാക്കാൻ താല്പര്യമില്ലാതെ അഹങ്കാരത്തോടെ തിരിഞ്ഞു നടന്നവനാരോ അവന് ഇരട്ടി ശിക്ഷയുണ്ട്, ഇരട്ടി ശിക്ഷ അല്ലേ? അപ്പൊ ഞാൻ ആ വിഷയം അവസാനിപ്പിക്കട്ടെ. കുടുംബ ബന്ധത്തിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ മഹത്വവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുക. രണ്ടാമത്തെ വിഷയം, ഈ കുടുംബ ബന്ധം, കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താ? നിങ്ങള് എന്തിനാ നമ്മൾ ഈ കുടുംബ ബന്ധമൊക്കെ കൊണ്ടു നടക്കുന്നത്? ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താ? നിങ്ങള് ഒന്ന്, സമാധാനം. ലിതസ്കുനൂ ഇലൈഹ, സമാധാനം കിട്ടാൻ. അള്ളാഹു നമുക്ക് ഒരു കുടുംബ സംവിധാനം, ഞാൻ ആ കുടുംബത്തിന്റെ ഒരു ചെറിയ യൂണിറ്റിലേക്ക് വരാം. ഒരു വീട്, ആ വീട്ടില് ഭാര്യ, ഭർത്താവ്, മക്കള്, പേരമക്കള്, അങ്ങനെ ജീവിക്കുന്ന ഒരു ചെറിയ വീടിന്റെ ഉള്ളിൽ സമാധാനമുണ്ടാവാൻ. ഇപ്പൊ നമ്മൾ പലപ്പോഴും ബന്ധങ്ങളൊക്കെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? നിങ്ങള്
സമാധാനമില്ല. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ഒരു സുഖം തരൂല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങൾ മറക്കാൻ അവൻ കയറി ചെല്ലേണ്ട ഇടമാണ് അവന്റെ വീട്. ഒരു കുടുംബം പാർക്കുന്ന വീടിന് മസ്കൻ, ഞാൻ ഇതേ വേദിയിൽ ഈ വിഷയം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഒരു കുടുംബം താമസിക്കുന്ന വീടിന് അറബിയിൽ പറയുന്ന പേര് മസ്കൻ. എന്താ മസ്കൻ എന്ന വാക്കിന്റെ അർത്ഥങ്ങള്? സമാധാനത്തിന്റെ കേന്ദ്രം. എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോ, എന്തേലൊക്കെ ഇടങ്ങേറുണ്ടാവുമ്പോ വീട്ടിക്ക് കയറി ചെല്ലാൻ തോന്നണം. ആ വീട്ടുകാരുമായി ഇടപഴകുമ്പോ, ആ വീട്ടുകാരുമായി സംസാരിക്കുമ്പോ അവന്റെ പ്രയാസങ്ങൾ ഇല്ലാതാവണം. അതാണ് കുടുംബം. ഇന്ന് നേരെ മറിച്ച തുണിയൊക്കെ മടക്കുത്തി തോർത്തം കൊണ്ടും തോലിട്ടൊരു പോക്കുണ്ട് പെരയുന്നത്. എന്തേ? ഒരു സുഖം തരുള്ള ഐറ്റങ്ങള്. ആരും ആവാം അല്ലേ? വീടകങ്ങളിൽ സമാധാനം നഷ്ടമായിട്ടുണ്ട്. എന്താ ഇത് കാരണം? വീടകങ്ങളിൽ, കുടുംബങ്ങളിൽ, കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സമാധാനം നഷ്ടമാവാനുള്ള കാരണം എന്താണ്? ഒന്ന്, ആ കുടുംബത്തിൽ ജീവിക്കുന്ന മുതിർന്ന ആളുകൾ, ആ കുടുംബത്തിന് സൃഷ്ടാവ് നിശ്ചയിച്ച ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചർ ചോദ്യം ചെയ്തു. ഒരു കുടുംബത്തിന്റെ നാഥൻ പുരുഷനാവണം. ആ പുരുഷന്റെ കീഴിൽ മനോഹരമായി സഞ്ചരിക്കുന്ന ഒരു രാജ്യമാവണം ആ വീട്. ആ വീടിന്റെ ഭരണാധികാരി ആ പുരുഷന്റെ കീഴിൽ ആ വീട്ടിലെ സ്ത്രീ ആവണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഒരു വലിയ അട്ടിമറി നടന്നു. പുരുഷന്മാർ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സ്ത്രീകൾ നിർബന്ധിതാവസ്ഥയിലോ അല്ലാതെയോ കുടുംബത്തിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു. ഏറ്റവും അവസാനം ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട ഉത്തരവാദിത്വം പോലും വീട്ടിലെ സ്ത്രീകളുടെ തലയിലേക്ക് വലിച്ചിടപ്പെടുകയും പുരുഷന്മാർ ഒരു തരം അലസത ബാധിച്ചവരെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബ സാഹചര്യം നമ്മുടെ നാടുകളിൽ രൂപപ്പെട്ടു. തൊഴിലുറപ്പ് പദ്ധതിയിലും അതുപോലത്തെ ചെറിയ ശമ്പളം കിട്ടുന്ന പണിക്ക് പോകുന്ന കഷ്ടപ്പെടുന്ന സ്ത്രീകളോട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന സഹോദരിമാരോട്, എന്തിനാ ഇങ്ങനെ ഈ ചെറിയ കൂലിക്ക് 250 ഉറുപ്പ്യക്ക് ഒരു ദിവസം കിട്ടുക, ഈ 250 ഉറുപ്പ്യക്ക് എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോ അവർ പറയുന്ന മറുപടി കണ്ണീരിന്റെ നനവുള്ള മറുപടിയാ. വീട്ടിലെ ഒരു കാര്യം മൂപ്പർ നോക്കൂല, വീട്ടിലെ ഒരു കാര്യം നോക്കൂല. ആശുപത്രി പോകണം, കുട്ടിയൊക്കെ മരുന്ന് വാങ്ങണം, ഭക്ഷണം വാങ്ങണം, കരണ്ട്, വെള്ളം, അത്താന്, ഇതെല്ലാം ഈ സ്ത്രീയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടതുപോലെ അവര് കഷ്ടപ്പെട്ട് കുടുംബം പോറ്റേണ്ടി വരിക. മിക്ക കുടുംബങ്ങളും റേഷൻ കാർഡ് പോലും പെണ്ണിന്റെ പേരിലേക്ക് മാറിയപ്പോ സത്യത്തിൽ നമ്മുടെ നാട്ടിലെ കുടുംബത്തിന്റെ അവസ്ഥ വളരെ കഷ്ടായിട്ടുണ്ട്. ആണുങ്ങൾ പലരും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, അത് സുഖാണേ, ഏൽപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഏറ്റെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ആർക്കപ്പോ ഈ ഭാരമേറ്റാത്ര ഉദ്ദേശം? ഞാൻ ഈ പറഞ്ഞ പ്രവാസികളെ കുറിച്ചല്ലോ. പ്രവാസികളായ നമ്മൾ ഓരോരുത്തരും പ്രവാസത്തിന്റെ ഭാരം ഏറ്റെടുത്തത് നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോലും കഷ്ടപ്പെടാതിരിക്കാനാ. നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകള് നമ്മുടെ കുടുംബം അറിയാതിരിക്കാൻ നമ്മൾ എന്തോടും ഇടങ്ങേറാവുന്നുണ്ടല്ലേ. പക്ഷെ അങ്ങനെയല്ല പല കുടുംബങ്ങളിലും. നമ്മൾ തന്നെ കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം മാത്രം ഏറ്റെടുത്ത് എന്തിനാ ഗൾഫിന് കഷ്ടപ്പെടുന്നത്? പൈസ ഉണ്ടാക്കാൻ. പണമുണ്ടാക്കൽ മാത്രമാണോ കുടുംബത്തിന്റെ? അല്ലല്ലോ. 100 ഉത്തരവാദിത്തങ്ങളിൽ ഒരു ഉത്തരവാദിത്തമാണ് സാമ്പത്തികം. അതുപോലെ ധാർമ്മികത, എത്ര ഉത്തരവാദിത്തങ്ങൾ വേറെ. മോനെവിടെ? മോൻ പെരീക്ക് വന്നിട്ടില്ല. പെരീക്ക് ഇപ്പോഴും വന്നില്ലേ? അവിടെ 9 മണിയായില്ലേ? ഇതുവരെ വന്നിട്ടില്ല. എന്താ ഈ പറയാത്തെ? എന്താ ജോനെ വിളിക്കാത്തെ? എന്താ അവനോട് പോണ്ടെന്ന് പറയാത്തെ? ആരോട്? ഈ സ്ത്രീയോടെ. അവള് പറഞ്ഞാ കേൾക്കുവോ? മകൻ കേൾക്കൂലല്ലോ. നമ്മൾ പറഞ്ഞാ കേൾക്കുവോ? നമ്മൾ പറഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. നമ്മൾ പൈസ ഉണ്ടാക്കല്ലേ, ഞാൻ ഇവിടെ കഷ്ടപ്പെടല്ലേ, എനിക്കതൊക്കെ നോക്കാൻ നേരണ്ടോ? പിന്നെ ആരാ നോക്കുക? ഒരു വീടിന്റെ ഉത്തരവാദിത്വം, ഒരു വീട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിന് അല്ലാഹു തആല നിശ്ചയിച്ചത് ആ പുരുഷനെ. എന്തിനാണ് അല്ലാഹു ആണിനെ ആണാക്കിയത് എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന മറുപടി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാ. അല്ലേ? അപ്പോ പുരുഷന്മാർ കുടുംബത്തിന്റെ രാജാക്കന്മാരാവണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സ്ത്രീകളോട്, സ്ത്രീകളെ നിങ്ങൾ രാജ്ഞിമാരാവണം. സ്ത്രീകൾ രാജ്ഞിമാരാവണം. സ്ത്രീകൾ രാജ്ഞിമാരാവണമെങ്കിൽ എന്ത് വേണം? അവരുടെ ഭർത്താക്കന്മാർ രാജാക്കന്മാരാവണം. എന്റെ ഭർത്താവ്
ഒന്നിനും പറ്റാത്ത ഒരു മണഗുണാഞ്ചനാണ് എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അവളാരാ? രാജ്ഞിയാവൂല, ഒരു മണഗുണാഞ്ചന്റെ ഭാര്യയാവുള്ളൂ. അഭിമാനത്തോടെ ഒരു സ്ത്രീ പറയണം, എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലെ രാജാവാണ്. ആണ് ആ സ്ഥാനത്ത് വരണം. എന്റെ വീട്ടിൽ നടക്കുന്ന ഏതൊരു കാര്യങ്ങളും ഞാൻ അറിഞ്ഞും ഞാൻ തീരുമാനിച്ചും എന്റെ നിർദ്ദേശമനുസരിച്ചും എന്നോട് ചർച്ച ചെയ്തുമാവണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാരങ്ങള്? ഇന്നിപ്പോ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം താരങ്ങള്, പുരുഷന്മാർ വീടുകളിൽ നിന്ന് പെട്ടെന്ന് പുറത്താകുന്നുണ്ട്. സ്ട്രോക്കും ഹൃദയസ്തംഭനവും കുഴഞ്ഞു വീണ് മരിക്കലുമൊക്കെ പെണ്ണുങ്ങളെക്കാൾ ഇരട്ടിയാണ് ആണിന്റെ സംഖ്യ. എന്താ കാരണം? നിങ്ങള് ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെക്കാനാവാത്ത ഭാരം പേറി നടക്കുമ്പോ അത് പെട്ടെന്നെപ്പോഴോ പൊട്ടിത്തെറിക്കുക. സങ്കടങ്ങളും പരിവേദനങ്ങളും പങ്കുവെക്കാൻ ആളില്ലാതെ, സ്വന്തം പ്രയാസങ്ങൾ ഒരാളോടും തുറന്നു പറയാനില്ലാതെ, തന്റെ ജീവിത സഖിയായി കൂടെ കൂട്ടിയവൾ പോലും മക്കളുടെ കൂടെ നിന്ന് തന്നെ അവഗണിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോ താങ്ങാനാവാതെ തളർന്നു പോകുന്നുണ്ട്. വൃദ്ധസദനങ്ങളിൽ കൂടുതൽ പുരുഷന്മാരാണ്. വഴിയോരങ്ങളിൽ ഭിക്ഷയാചിച്ച് വീടുകളിലേക്ക് പോകാതെ അലഞ്ഞു നടക്കുന്നവരിൽ കൂടുതൽ വൃദ്ധന്മാരാണ്. അവർ ഭൂമിയിൽ കുടുംബമില്ലാത്തവരല്ല, പക്ഷെ അവരെ ഇപ്പൊ കുടുംബത്തിന് വേണ്ട. പുരുഷന്മാർ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് നിങ്ങൾ ചെയ്യാതിരുന്നാൽ കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സ്ഥാനമില്ലാതാവും. ഞാൻ മുമ്പൊരിക്കടെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവുമല്ലോ, ഞങ്ങൾ ഖത്തീബുമാരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട്. അതിലൊരു തീരുമാനം ഉണ്ടായി, നമുക്കിനി ഒരു 3-4 ആഴ്ച നമ്മുടെ പള്ളികളിൽ കുടുംബ ബന്ധത്തെ കുറിച്ച് പറയണം, കുത്തുബ. അപ്പൊ ഏതാണ് ആദ്യം പറയേണ്ട വിഷയം? എന്താ വന്നറിയങ്ങള്? പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർ. അവ ചർച്ച ഉണ്ടായി. പുരുഷന്മാർക്ക് അങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ അടിയും കുത്തൊക്കെ കിട്ടുന്നുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടാവാ, പക്ഷെ അത് സാർവത്രികമല്ലല്ലോ. അപ്പൊ അതിന് കിട്ടിയ മറുപടി എന്താ? നിങ്ങള് അടി വീടിപ്പോ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളെ 4 തന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മളതിലും വലിയ അടി കൊണ്ടോല. അതല്ല പ്രശ്നം. നമ്മളെ സംബന്ധിച്ച്, ഒരു പുരുഷനെ സംബന്ധിച്ച് ഈ ലോകത്ത് അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പീഡനം തരങ്ങള് അവഗണന. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഇസ്ലാഹി സെന്ററിൽ നാളെ നിങ്ങൾ വരുമ്പോ നിങ്ങളെ പുറത്തു നിർത്തിയിട്ട് ഇവിടെ വേറൊരു കൂട്ടർ യോഗം കൂടി തീരുമാനിക്കുന്നുണ്ടെങ്കിലേ അതിനേക്കാൾ വലിയൊരു വേദന ഇവിടെ നിങ്ങൾക്ക് വേറെ ഉണ്ടാവില്ല. അവഗണനയാണ് ഒരു പുരുഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പീഡനം. കുടുംബങ്ങളിൽ പുരുഷന്മാർ അവഗണിക്കപ്പെടുന്നു. മക്കളൊക്കെ ഇത്തിരി വലുതായി, സ്റ്റാറ്റസ് ഒക്കെ കൂടി, അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ഉണ്ടായി. ആ മക്കള് വീട്ടിൽ വരുമ്പോ ഉമ്മ മക്കളുടെ കൂടെ നിൽക്കുമ്പോ കാര്യങ്ങളൊക്കെ മക്കളും ഉമ്മയും കൂടി നടത്തുമ്പോ ചോദിക്കാനും പറയാനും ആളില്ലാതെ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ വീടിന്റെ വരാന്തയുടെ തലക്കൽ അന്തം വിട്ടു നിൽക്കുന്ന ബാപ്പമാരുടെ എണ്ണം വീട്ടിൽ കൂടി വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും സ്ത്രീകളോട്, നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ രാജാക്കന്മാരായി നിൽക്കണം. അവരറിയാതെ, അവരോട് പറയാതെ, അവരോട് ചോദിക്കാതെ അവിടെ കാര്യങ്ങൾ നടക്കരുത്. ചിലപ്പോ മക്കളൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ടാവും, വലിയ സ്റ്റാറ്റസിലും വലിയ സാമ്പത്തിക സ്ഥിതിയിലും വയ്ക്കാരം. അപ്പോൾ ഉമ്മ പറയണം, മക്കളെ നിങ്ങൾ ബാപ്പാനോട് ചോദിച്ചോ, ബാപ്പാനോട് പറഞ്ഞോ, നിങ്ങൾ ആ വിഷയത്തെ പറ്റി ബാപ്പാനോട് ചർച്ച ചെയ്തോ, നിങ്ങളത് ബാപ്പാനെ അറിയിച്ചോ, ചോദിക്കണം. അപ്പൊ ചിലപ്പോ മക്കൾ പറയും, ഉമ്മ ബാപ്പാക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല, നമ്മൾ പറഞ്ഞ ബാപ്പാക്ക് മനസ്സിലാവില്ല, ഇത് ബാപ്പാക്ക് അറിയാത്ത പുതിയ ഓരോ പരിപാടികളാ, അത് ബാപ്പാനോട് പറഞ്ഞാൽ ആ സമയം കണ്ട് പോകുക എന്നല്ലാതെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയണം ഉമ്മമാരെ, മക്കളെ ഇത്ര വലിയ കാര്യം ചിന്തിക്കാനും ഇത്ര വലിയ അവസ്ഥയിലേക്ക് എത്താനുമൊക്കെ ആ മനുഷ്യൻ അനുഭവിച്ച കഷ്ടപ്പാട് ഈ ഉമ്മക്കേ അറിയുള്ളൂ. അതുകൊണ്ട് മക്കൾ പറയണം. ബാപ്പാക്ക് ഒന്നിനും പറ്റിയില്ലെങ്കിലും അള്ളാന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ടേ, പടച്ചോനെ എന്റെ മക്കളെ കാത്തോളണേ എന്ന ഒരു പ്രാർത്ഥന ആ ബാപ്പ പ്രാർത്ഥിച്ചാൽ അതിന്റെ മേലെ ഈ ലോകത്ത് വേറെ ഒന്നും കിട്ടല്ല. അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ മുമ്പിൽ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു, ഭാര്യമാരെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് ആ കടമയെ നിർവചിക്കാൻ പറ്റൂല. രണ്ടാമത്തേത് പുരുഷന്മാരോടാണ്. പുരുഷന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ
ആരൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാവണം നിങ്ങളുടെ ഭാര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമലുകൾ കൊണ്ട് ഒരാളും സ്വർഗത്ത് പോവില്ല. നിസ്കാരം നോമ്പും സക്കാത്തും കൊണ്ട് മാത്രമേ ഒരാളും സ്വർഗത്ത് പോവില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വഭാവം നന്നാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവി, നാട്ടുകാർക്കൊക്കെ നല്ല കാര്യം ചെയ്യുന്ന, നാട്ടുകാരോടൊക്കെ ചിരിക്കുന്ന ആളാണെന്നല്ല, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവി നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ഭർത്താവാണ്. എന്നിട്ട് പ്രവാചകൻ പറയണേ, ഞാൻ എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കാൻ അവരോടുള്ള പെരുമാറ്റത്തിൽ പ്രവാചകൻ സ്വീകരിച്ച നടപടിക്രമങ്ങൾ എത്ര മനോഹരമാണല്ലേ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു കഥയില്ലേ, റസൂലുള്ള വിശന്ന് വയറൊട്ടി വീട്ടിക്ക് കയറി വന്ന് ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു വസ്തുല്ല റസൂലെ, ഒരു കാരക്കച്ചൊള പോലും തരാല്ല. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ്. റസൂല് പറഞ്ഞു, നോക്കടി എന്തേലൊക്കെ ഉണ്ടാവും, കഴിച്ചിട്ടേ വിശന്നിട്ട്. ഭാര്യ എങ്ങനെ തെരഞ്ഞപ്പണ്ടേ, മുമ്പെന്നോ തിന്നൊഴിവാക്കിയ ഒരു റൊട്ടിന്റെ കഷ്ണുണ്ട്, ഈത്തപ്പന ഓലന്റെ ചുമരാണല്ലോ, ആ ചുമരുമങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. അറബികൾ ഒരു റൊട്ടിന്റെ കഷ്ണം കണ്ട മേലേക്ക് എടുത്തേക്കും. അതേപോലെ എന്നോ പാത്തു വെച്ച് വെയിൽ കൊണ്ട് ഉണങ്ങി പലകപ്പൊളി പോലെ വെറുങ്ങലിച്ച ഒരു റൊട്ടിന്റെ കഷ്ണം റസൂലെത്താ. ഇത് മാത്രമുണ്ട്, അതിന് എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രം ഉണങ്ങി, വേറൊന്നുമില്ല. അത് കൊണ്ടുവരണം. വറക്കുന്ന കൈകളോടെ ഭാര്യ അത് കൊടുക്കണേ. അതിങ്ങനെ പൊട്ടിച്ചിട്ട് പൊട്ടാതെന്ന റസൂൽ ചോദിച്ചേ, ഇതൊന്ന് പൊതിർത്താൻ പറ്റിയ വല്ലതും ഉണ്ടവിടെ? ഒന്നുമില്ല. തെരഞ്ഞ് അവസാനമുണ്ട്, വീടിന്റെ മൂലക്കണ്ട ഒരു കുപ്പിയിലിത്തിരി സുർക്ക, വിനാഗിരി, കൊണ്ടുവരാൻ വിനാഗിരി കൊണ്ടുപോയി കൊടുത്ത് അതൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടേ ഈ റൊട്ടി ആ വിനാഗിരിയിൽ ഇങ്ങനെ മുക്കിയിട്ട് റസൂൽ അങ്ങനെ തിന്നുക. ഭാര്യ കണ്ണീരോടെ നോക്കി നിൽക്കുക. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിശന്ന് വീട്ടിക്ക് വന്നിട്ടേ കൊടുക്കാനൊരു സാധനമില്ല, അതാ സങ്കടം. സങ്കടപ്പെട്ട് നിൽക്കുന്ന ഭാര്യയോട് റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, എടി എനിക്കറിയോ, സുർക്കയേക്കാൾ നല്ലൊരു കറി ദുന്യാവിൽ വേറല്ല കേട്ടോ. എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ്? സുർക്കൻ്റെ ടേസ്റ്റ് അന്നൊന്നും ഒന്ന് തന്നെയാണ്, നമുക്കറിയുന്ന ടേസ്റ്റ് എന്താ. പിന്നെ എന്തിനാ പറഞ്ഞാൽ നിങ്ങള് വേദനിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ. നമ്മളെ പെണ്ണുങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഇടങ്ങേറായി യൂട്യൂബിലൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചാൽ നമ്മൾ വന്നിട്ടൊരു ചീത്ത, എവിടുന്നത് ഉണ്ടാക്കി ഇത് തൊള്ളിക്ക് വെക്കാൻ പറ്റുമോ? ഒരൊറ്റ തട്ട സ്വർഗം അപ്പുറത്ത് തെറിച്ചാൽ പോകും അല്ലേ. നമുക്ക് സ്വർഗത്ത് പോകണമെങ്കിലേ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. അത് തരേണ്ടത് ആരാറിയോ? നമ്മൾ അവസാനം പഠിപ്പിച്ച കോളേജിന്റെ പ്രിൻസിപ്പാളൊന്നും നല്ല തരണ്ടേ, വിലയൊക്കെ കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി വഹയി കിട്ടി പേടിച്ച് വിറച്ച് പനിച്ച് വീട്ടിൽ പോയി കിടക്കുമ്പോ ഖദീജ ബീവി പറഞ്ഞില്ലേ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നല്ല മനുഷ്യനല്ലേ, ഭാരം കൊണ്ട് കഷ്ടപ്പെടുന്നവന്റെ ഭാരം ലഘൂകരിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുന്ന, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്ന, പ്രയാസപ്പെടുന്നവനെ ആശ്വസിപ്പിക്കുന്ന നല്ല മനുഷ്യനല്ലേ, നിങ്ങൾക്കൊന്നും പറ്റൂല എന്ന് പറയാൻ നമ്മുടെ ഭാര്യമാര് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാരെ വിളിക്കാൻ, അലി ഇവിടറ്റും വരുമോ? അലി ചെന്ന് അപ്പൊ ഫാത്തിമ കരയാണ്, അലി ഞാൻ മരിച്ച ഞങ്ങൾ വേറെ കല്യാണം കഴിക്കും. അലി അന്തം വിട്ടു, ഇതെന്തൊരു ചോദ്യ, എന്താ അങ്ങനെ ചോദിക്കണേ? ഒന്നുമില്ല, ഞാൻ മരിച്ച ഞങ്ങളൊരു കല്യാണം കഴിക്കണം കേട്ടോ. അപ്പോ അലി പറഞ്ഞു, എന്തേ ഫാത്തിമ ഇങ്ങനെയൊക്കെ പറയണേ, ഞാനത് ആലോചിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഫാത്തിമ പറയണേ, അലി ഞാൻ മരിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ഇന്നയാളുടെ മകളുണ്ടല്ലോ, അവളെ നിങ്ങൾ കല്യാണം കഴിക്കണം കേട്ടോ. അപ്പോൾ അലി ചോദിച്ചു, എന്താ ഫാത്തിമ അങ്ങനെ പറയണേ? അപ്പൊ ഫാത്തിമ പറഞ്ഞു, അലി ഞാൻ മരിച്ചാലും നിങ്ങളെപ്പോലത്തെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ എന്റെ കുടുംബത്തിന് നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചാലും എന്റെ കുടുംബത്തിൽ നിങ്ങൾ ഉണ്ടാവണം, നിങ്ങൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. ചരിത്രത്തിന്റെ അടുത്ത പേജ് മറിച്ചു കണ്ടി, ഫാത്തിമയുടെ മരണശേഷം അലി കല്യാണം കഴിച്ചതേ ഫാത്തിമ ചൂണ്ടിക്കാണിച്ച അതേ പെൺകുട്ടിയെ അല്ലേ. അത്രമാത്രം ആ കുടുംബത്തിന് വേണ്ടപ്പെട്ടവരാണ് നമ്മൾ. ചില ആളുകളുടെയൊക്കെ സ്ത്രീകളോടുള്ള പെരുമാറ്റം വളരെ മോശമാണ്.
മക്കളുടെ മുമ്പിൽ വെച്ച് വരെ ഭാര്യമാരെ തെറി പറയുന്ന തള്ള. ഓളല്ല തള്ള. പിന്നെ എങ്ങനെയാ കുട്ടികൾ നന്നാവുക? ഓള പണിയാ കുട്ടികളെ നന്നാക്കല്. ബാപ്പാന്റെ റോളിനോളുണ്ടോ കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മാന്റെ ഉത്തരവാദിത്വം? ആ ഉമ്മയെ കൊണ്ടുപോലും മക്കളെ നന്നാദിപ്പിക്കേണ്ടത് ഈ ബാപ്പാന്റെ ഉത്തരവാദിത്തല്ലേ? എനിക്കതിന് നേരല്ലല്ലോ, ഞാൻ അവിടെയും പടിയല്ലേ, ഓലല്ല നോക്കണ്ടേ? അതൊന്നും രക്ഷപ്പെടാനുള്ള മാർഗമല്ല. ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുക. ഭാര്യയും ഭർത്താവും ഒരു വീടിന്റെ ഉള്ളിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇപ്പൊ എന്റെ മുമ്പിലൊക്കെ കല്യാണം വേണ്ട, 25, 26, 28 വയസ്സായിട്ടും കല്യാണം വേണ്ട എന്ന് പറയുന്ന ചില പെൺകുട്ടികളെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരാറുണ്ട്. അപ്പൊ വീട്ടുകാരെന്താ വിചാരിക്കറിയോ? ഓക്കെ എവിടെയോ പ്രേമുണ്ട്, ആരെയോ കെട്ടാന്ന് പറഞ്ഞിക്കണ്, അതുകൊണ്ടാണ് ഈ കാത്തിക്കണത്. എന്നാ ഉസ്താദെ ആരെന്ന് പറഞ്ഞോട്ടെ, നമുക്കത് കെട്ടിച്ചു കൊടുക്കാം, വീട്ടിൽ പിന്നെയുണ്ടല്ലോ പെൺകുട്ടികൾ, ഇവളൊന്ന് പോണ്ടേ എന്നൊക്കെ പറയുന്ന പിതാക്കളുണ്ട്. പക്ഷെ ഈ പെൺകുട്ടികൾ എന്താ പറയാ? ഉസ്താദെ ആരും കണ്ടുവച്ചിട്ടില്ല, ആർക്കൊരു വാക്ക് കൊടുത്തിട്ടില്ല, പിന്നെ എന്താ ഈ കെട്ട കല്യാണത്തിന്? എന്തിനാണ് ഉസ്താദെ കല്യാണം? എന്റെ അമ്മയും ബാപ്പയും കല്യാണം കഴിച്ചിട്ട് പെരിയിൽ നടക്കുന്ന ബഹളം നമ്മൾ എന്നും കാണുകയാണ്. ബാപ്പ പെരീക്ക് വരുന്നത് പേടിയാണ്. ഉമ്മാനോട് മിണ്ടണ്ടെന്ന് പറഞ്ഞ അമ്മ കേൾക്കുന്നല്ല, അയലോക്കക്കാർ വന്ന് മദ്യം പറയാണ്, വാതിൽ ചവിട്ടിപ്പൊളിക്കുകയാണ്, ചിലപ്പോ വീട്ടുമുറ്റത്ത് പോലീസ് വരികയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ ഉസ്താദെ നമ്മൾ കല്യാണം കഴിക്കുക? നമ്മുടെ മക്കൾ നോക്കുക. ഞാൻ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വായിച്ച്, ഒരു പെൺകുട്ടിൻ്റെ, അവള് പറയണേ, പ്രണയം എന്താണെന്ന് ഞാൻ കണ്ടത് എൻ്റെ അച്ഛനും അമ്മയും പ്രണയിക്കുന്നത് കണ്ടിട്ടാണ്. സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ്. നമ്മുടെ മക്കള് കുടുംബജീവിതത്തിന്റെ സ്നേഹവും പ്രണയവും മനസ്സിലാക്കേണ്ടതേ നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. ഇത് ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ ചെന്നിട്ട് തിണ്ണുമ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഭാര്യന്റെ മടിയിൽ ഒന്ന് തല വെച്ച് കിടക്കാൻ ഒരു ഭർത്താവ് ശ്രമിച്ച അവർ ഒറ്റ തട്ടാ പോയിക്കാട് മനസ്സിലാങ്ങൾ. വലിയ കുട്ടികളുടെ അവിടെ അപ്പം ഇങ്ങനെ ചെറുങ്ങി വരുന്നത് പഴയൊന്നും അറിയും അല്ലേ? റസൂലുള്ള പള്ളിയിൽ കിടക്കുക. റസൂലുള്ളാന്റെ പള്ളിയും വീടും തമ്മിലൊരു വാതിൽ കട്ടിലിന്റെ അകലുള്ളൂ. ആ വാതിലിന്റെ അപ്പുറത്ത് വീടാ. റസൂലുള്ള പള്ളി കിടക്കുമ്പോ ഉടലിന്റെ പകുതി പള്ളിയില്, ബാക്കി പകുതി വീട്ടിലാ. എവിടെയെന്നറിയോ? ആയിഷാന്റെ മടിയിലാ. വാതിലടച്ചിട്ടല്ല, ആളുകൾ കാണേ. ഹദീസായി വന്നില്ലേ? ആയിഷ ബീവി പ്രവാചകന്റെ മുടി ഇങ്ങനെ വിരലോടിച്ചു കൊണ്ടിരിക്കുക. പകല് മനുഷ്യന്മാര് കാണേ. എന്തേത്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭാര്യ ഭർത്താക്കന്മാർ പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവർ മൂടപ്പെടുന്ന. അത് ചെറിയ സംഗതിയല്ല. പബ്ലിക്കായിട്ട് നടന്നു പോകുമ്പോൾ റസൂൽ പറഞ്ഞ സഹാബത്തിനോട് ലേശം മുന്നിൽ നോക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം. സഹാബത്ത് മുന്നിൽ നടന്ന് തിരിഞ്ഞു നോക്കി. എന്തറിയോ? റസൂലും ആയിഷ ബീവി ഓട്ട മത്സരം നടത്തുക. ഓട്ട മത്സരം പബ്ലിക് റോഡിലെ, ഇൻഡോർ സ്റ്റേഡിയത്തിലല്ല, ബെഡ്റൂമിന്റെ ഉള്ളിലല്ല, മനുഷ്യന്മാർ നടന്നു പോണ റോഡിലെ റസൂലും ആയിഷ ബീവി ഓടുക. ഒരു വട്ടല്ല, 2 വട്ടം. ആദ്യം ആയിഷ ജയിച്ച്, പിന്നെ റസൂൽ ജയിച്ച്, കടം വീട്ടിട്ടോ. എന്താ സന്തോഷല്ലേ? എന്താണ് ആ സന്തോഷം? ഒന്നാവല്ലേ? ആയിഷ ബീവി പറയണേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും ഒരു ആയി പ്രവാചകന്റെ മുമ്പിലെത്തിയാല് റസൂൽ ആദ്യം പറയും, ആയിഷ ഇയ്യ് കുടിക്ക്. ഞാനത് കുടിച്ച പാത്രം പ്രവാചകന് കൊടുത്താൽ പ്രവാചകൻ ആ പാത്രം ഇങ്ങനെ തിരിച്ചു പിടിക്കും. നിന്റെ ചുണ്ടിന്റെ നനവ് എവിടെയാണോ ആ നനവില് പ്രവാചകന്റെ ചുണ്ട് ഇങ്ങനെ വെക്കും. ഞാൻ കാണേ. ഇത് പെണ്ണുങ്ങൾ വല്ലോ നമുക്ക് തരുമ്പോ തമാശക്ക് ഒരു മുറുക്ക് കുടിച്ചു കാണി നമുക്ക് തന്നാണല്ലോ. 3 മക്കൾ ചിന്തും ബാപ്പാ കൊണ്ടേ കൊടുക്കാൻ, ബാക്കി കുടിച്ചാനേ അറിയും അല്ലേ? പ്രണയത്തിന്റെ കുറവാണ്. റസൂലുള്ള അസുഖബാധിതനായ അവശനായിട്ട് കിടക്കുക. അപ്പൊ കാണാൻ വന്നു ആര്? ആയിഷ ബീവിന്റെ ആങ്ങള അബ്ദുറഹ്മാൻ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ. അബ്ദുറഹ്മാന്റെ കീശിയിലുണ്ട് പല്ലേക്കുള്ള ഒരു അറാക്കിന്റെ കഷ്ണം കൊള്ളി. അത് കണ്ടപ്പോ റസൂൽ അയിമക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ അബ്ദുറഹ്മാന് തോന്നി പ്രവാചകൻ അത് ഇഷ്ടയിക്കണ്. അത് എടുത്തുകാണ്ട് അബ്ദുറഹ്മാൻ പ്രവാചകന്റെ ദുർബലമായ കൈ കൊടുത്ത്. അതുകൊണ്ട് പല്ലേക്കണമെങ്കിലേ അതിന്റെ ഒരു ഭാഗം സോഫ്റ്റ് ആക്കണ്ടേ? കടിച്ചു ചമച്ചോ കുത്തി ചതച്ചോ സോഫ്റ്റ് ആക്കണ്ടേ? പ്രവാചകൻ അതിങ്ങനെ നോക്കി ആയിഷാന്റെ മുഖത്തേക്ക്. ആയിഷ ബീവി അത് വാങ്ങിയിട്ട് അതിങ്ങനെ നന്നായിട്ട് ചവച്ച് സോഫ്റ്റ് ആക്കിയിട്ടേ അത് കഴുകാൻ ശ്രമിക്കുമ്പോ പ്രവാചകൻ അതിങ്ങനെ വാങ്ങി. ആയിഷയുടെ ഉമിനീര് കൊണ്ട് നനഞ്ഞ ആ അറാക്ക് പ്രവാചകന്റെ വായിലെ ഉമിനീര് തട്ടിയപ്പോ ആയിഷ ബീവി പറയാ, ഒരു ഷോക്ക് പോലെ എൻ്റെ ഉമിനീര് പ്രവാചകന്റെ ഉമിനീരിലേക്ക് ചേർന്നപ്പോഴുണ്ടായ ആ ഒരു അനുഭവം
ഏതാ കാലം നിറങ്ങള്? റസൂലുള്ളാഹിക്ക് 63. അന്ന് ആയിഷക്ക് വയസ്സ് 18 വയസ്സുള്ള ആയിഷ പ്രണയത്തിന്റെ ആ വലിയ വലിപ്പം അനുഭവിക്കുക. അതുകൊണ്ട് ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, പ്രണയിച്ചുകൊണ്ടേയിരിക്കുക ജീവിതാവസാനം വരെ. പ്രണയം എന്ന് പറഞ്ഞാൽ അതാരും കാണാതെ മനസ്സിന്റെ ഉള്ളിൽ വാതിൽ ബോൾട്ടിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇരുട്ടത്ത് കാണേണ്ട സംഗതിയല്ല. ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി താജ്മഹൽ ഉണ്ടാക്കി. അതിന്റെ സങ്കടം എന്താ അറിയോ? മുംതാസ് താജ്മഹൽ കണ്ടില്ല, മുംതാസ് മരിച്ചിട്ട് ആ താജ്മഹൽ ഉണ്ടായത്. അങ്ങനെ ആകരുത്. നമ്മുടെ സ്നേഹത്തിന്റെ താജ്മഹലുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ കാണട്ടെ. നമ്മുടെ വീടുകളിൽ സ്നേഹം ജീവിക്കട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ സ്നേഹത്തിന്റെ വലിപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കട്ടെ. ഇടക്കിടക്ക് കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്രകളൊക്കെ ആവാം. മക്കള് ഉമ്മ പാപ്പ ഞാൻ ടൂർ പോട്ടെ, നിക്ക് ഞമ്മക്കൊന്നിച്ച് പോകാം. കുടുംബത്തെ കൂട്ടി യാത്ര പോവുക, കുടുംബവുമായിട്ട് എവിടെയെങ്കിലും ഒത്തുകൂടുക, പരസ്പരം സംസാരിക്കുക, കാര്യങ്ങൾ അറിയുക, ആശയങ്ങൾ അറിയുക. എന്ത് സുഖം ഉണ്ടാവുന്ന ജീവിതം. ഞാൻ ആ ഭാഗം തീർക്കുകയാണ്. നമ്മുടെ വീട് ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരു കാര്യത്തിലും ഭർത്താവ് ഭാര്യയെ ആക്ഷേപിക്കാൻ പാടില്ല. കുട്ടികളുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവിനെയും ആക്ഷേപിക്കാൻ പാടില്ല. തങ്ങൾ രണ്ടുപേരും ഒന്നാണെന്ന് ആ മക്കൾ മനസ്സിലാക്കണം. അതിലൂടെ അവർ ജീവിതത്തിന്റെ മനോഹാരിത കണ്ടെത്തണം. അവസാനത്തെ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ നിങ്ങള്, നമുക്ക് നമ്മളെ കുടുംബത്തിന്റെ കൂടെ സ്വർഗത്ത് പോണ്ടേ? എന്തൊരു സന്തോഷിക്കാറില്ലേ? നമ്മളൊക്കെ കുടുംബത്തെ അത്രമേൽ സ്നേഹിച്ച് നാളെ സ്വർഗത്തിലെത്തി തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ നോക്കിങ്ങള്, ഇവിടെ ഒരു പ്രളയം ഉണ്ടായി. ഒരു പ്രളയം ഈ ജിദ്ദയിലൊക്കെ ആകപ്പാടും നമ്മളൊക്കെ കൂടെ കുടുംബമായിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഒരു ഉദാഹരണം പറയാം. ഒരു പ്രളയം, വെള്ളം കെട്ട് പൊന്തി. നമുക്ക് ഒരു ചെറിയ ബോട്ട്, വട്ടത്തിലുള്ള ഒരു ലൈഫ് ബോട്ട് കിട്ടി. ഭാര്യയും ഭർത്താവും 4 മക്കളും അതിൽ കയറി. ഭാര്യയും ഭർത്താവും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വട്ടം പിടിച്ച് 4 മക്കളെ ഉള്ളിൽ നിർത്തി സുരക്ഷിതമായി, പേടിക്കേണ്ട മക്കളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു കാറ്റില് ഈ ബോട്ടൊന്ന് കറങ്ങി തിരിഞ്ഞ് ആകെ മറിഞ്ഞൊടിഞ്ഞിട്ട് നേരെ നിന്നപ്പോ കേടൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഉള്ളിലുണ്ടായിരുന്ന 4 മക്കളിൽ 2 മക്കളെ കാണാനില്ല. ഒരു 3 വയസ്സുള്ള കുട്ടി ഉണ്ടായിനി, ഒരു 7 വയസ്സുള്ള കുട്ടി ഉണ്ടായിനി. ഓരെ രണ്ടും കാണാനില്ല. ഭാര്യ കരയാൻ തുടങ്ങി. കരയല്ലേ, പിടിക്ക്, ശരിക്ക് പിടിക്ക്, ബാക്കിയുള്ളവരെങ്കിലും ചേർത്ത് നിർത്തുക. അടുത്ത കാറ്റ് വന്ന് നിന്നപ്പോ ഒരു കുട്ടിയെ കാണാനില്ല. ഇതൊക്കെ അവസ്ഥ അല്ലേ? നാളെ സ്വർഗത്തിൽ ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ കൂടെ നമ്മുടെ മക്കളില്ലെങ്കിൽ, നമ്മുടെ കുടുംബമില്ലെങ്കിൽ, അതിന്റെ അർത്ഥം ഓല് കോഴിക്കോട്ടേക്ക് ടൂർ വയ്ക്കാനല്ലല്ലോ, ഓലപ്പുറത്ത് നരകത്തിലാണെന്നല്ലേ. അതുണ്ടാവാതിരിക്കാൻ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചതിലേറെ ആനന്ദത്തോടെ അനശ്വരമായ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ അതേറെ സന്തോഷ. പ്രവാചകന്റെ സദസ്സിൽ പ്രവാചകനെ കേൾക്കാൻ വേണ്ടി എപ്പോഴും വരാറുള്ള ഒരാളുണ്ടായിരുന്നു. കുറച്ച് പ്രായമുള്ള ആളാ. അദ്ദേഹത്തിന് വയസ്സുകാലത്ത് ഒരു കുട്ടി ഉണ്ടായിക്കണേ. ഒരു വല്യപ്പനോട് പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ ഒരാള്. മക്കള് അയാൾ പറയണേ, പിന്നെ മക്കളോടുള്ള സ്നേഹം മനസ്സിലാവണമെങ്കിലേ 60 കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവണം. 60 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്കെന്നെ അറിയാലോ പേരക്കുട്ടികളോടൊക്കെ നമ്മൾ കാണിക്കുന്ന സ്നേഹം. ഇപ്പൊ നമ്മുടെ മക്കൾക്ക് പരാതിയാ പേരക്കുട്ടികളോടുള്ള സ്നേഹം കാരണം. മക്കൾ തീർത്ത് പറയണേ, ഞങ്ങളോട് കാണിക്കാത്ത സ്നേഹങ്ങൾ പേരക്കുട്ടികളോട് കാണിക്കണ്ട. മക്കൾ അവരുടെ മക്കളെ അടിക്കുമ്പോ വല്യമ്മ ഇടപെടുകയാണ്. എന്തിനാ അടിക്കണേ? അപ്പൊ മക്കള് ദേഷ്യപ്പെടാ, നിങ്ങൾ എന്തിനാണ് നോക്കണേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, പേരക്കുട്ടികളെ അമിതമായി സ്നേഹിച്ച് ജീവിതം സങ്കടക്കടലിൽ ഇറക്കണ്ട. സ്നേഹിച്ചോണ്ടി ഒരു പരിധിക്ക് ഒരു പോകും. പേരക്കുട്ടികളുടെ വാപ്പിയും വേറെയാണ്, നമ്മളല്ല. ഒരു പോകും. അതുകൊണ്ട് ഒരു പരിധിക്ക് സ്നേഹിച്ചോണ്ടേ, ഇല്ലെങ്കിൽ അവസാനം സങ്കടാവും. ഇവിടെ ഈ 60 വയസ്സുള്ള ഒരാൾക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ ആ കുട്ടിയോടുള്ള സ്നേഹത്ര വലുതല്ലേ. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മക്കള് നമ്മുടെ കൂടെ ഉണ്ടാവണം, ഇവിടെ ഉണ്ടാവണം, നാളെ സ്വർഗത്തിലുണ്ടാവണം. ഞാൻ ഓതി വെച്ച ഒരായത്ത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്താ നിങ്ങള് കേട്ടിട്ടോ? സൂറത്ത് തൂറാണ്. സ്വർഗത്തിലെ ചില കുടുംബങ്ങള്, ഇപ്പൊ ഞാനൊക്കെ ഗൾഫിൽ വരുന്ന സമയം 2001 ഞാൻ ആദ്യമായിട്ട് വരുന്നത്, 2006 വരെ. അന്നൊക്കെ ഫാമിലിയെ കൊണ്ടുവരിക പറഞ്ഞാല് അതൊരു ഗൾഫുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം.
ഒരുവിധം സാധാരണക്കാരന് കഴിയില്ല. ലേബർ വിസയിലൊന്നും കിട്ടൂല. പിന്നെ ഫാമിലി സ്റ്റാറ്റസ് ഉള്ളത് അപൂർവ ആൾക്കാരാ. ഇന്നത്തെ പോലെ ഉംറ വിസക്കൊന്നും കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ റൂമിൽ അയാളെ കുടുംബം ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളെങ്ങനെ എങ്ങനെ നമുക്കറിയില്ലേ, ഷർഫിയെ കൂടെയൊക്കെ ഒരു കാറിൽ ഒരു ഫാമിലി ഇങ്ങനെ പോവുകയാണ്, ആൾക്കാർ ഇങ്ങനെ അപൂർവ ജീവിയെ കണ്ട പോലെ ഇങ്ങനെ നോക്കിയോ. എന്താ നിങ്ങള്, ഞമ്മക്കൊക്കെ ഒരു പൂതിയനി, നമ്മളമ്മേ ബാപ്പയെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ജിദ്ദ എയർപോർട്ടിൽ വന്ന് ഇറങ്ങണ സ്വപ്നം കണ്ട ആൾക്കാരല്ലേ നമ്മളൊക്കെ. നമുക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അതിന് നോക്കിയിട്ടല്ല, കാരണം കഴിയൂലേനി. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ചോദിക്കും, എല്ലാവരും കൊണ്ടുപോയി മനസ്സിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി കൂടെ, നല്ല എളുപ്പം കൊണ്ടുപോല്. നമുക്കറിയാലോ അത് ഒരു ലേബർ വിസയിൽ പോട്ടെ. അപ്പം അങ്ങനെ ചിലപ്പോഴൊക്കെ ചില പെരുന്നാളിലൊക്കെ ചില ആൾക്കാരെ സ്ഥലങ്ങൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരണം കേട്ടോ പറയും. നമ്മൾ ചെല്ലുമ്പോൾ ഓൻ്റെ കുട്ടികൾ, പെണ്ണുങ്ങൾ, ഓൻ്റെ അമ്മ, ബാപ്പ, പിന്നെ ജ്യേഷ്ഠന്, അനുജന്, ഓരൊക്കെ അവിടെ കൂടിയൊക്കെ ഒന്നിച്ച് അത് കാണുമ്പോഴല്ലേ നമുക്കൊരു എന്താണ് ആ വികാരം എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ പെണ്ണുങ്ങളെ കണ്ടിട്ട് 3 കൊല്ലമായിരിക്കും. ഇവിടെ കുടുംബസമേതം ബലപ്പെടും തന്നെ. സ്വർഗത്തിൽ അങ്ങനെ ചില കുടുംബങ്ങൾ ഉണ്ടാവുന്ന എല്ലാവരും വല്ലിപ്പയും ഇപ്പയും അമ്മയും വല്യമ്മയും മക്കളും പേരക്കുട്ടികളും എന്താ പറഞ്ഞേ, മുത്തുകളെ പോലത്തെ കുട്ടികൾ ഇങ്ങനെ ഓട്ടിപ്പാഞ്ഞ് നടക്കുന്ന മനോഹരമായ കുടുംബങ്ങൾ. ഇത് കാണുമ്പോ അല്ല, എങ്ങനെ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ എങ്ങനെ എല്ലാവരും ഇവിടെ എത്തിയത് ഒരു ചോദ്യല്ലേ. അപ്പൊ അവരുടെ മറുപടി എന്താ, നിങ്ങൾ ആ മറുപടി കേട്ടോളി. ഖാലു, അവര് പറയണേ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഞങ്ങളെ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ മക്കളെ എങ്ങനെയും ഡോക്ടറാക്കുക, എങ്ങനെയും എഞ്ചിനീയർ ആക്കുക, എങ്ങനെയെങ്കിലും പൈസക്കാരാക്കുക എന്ന് വിചാരിക്കുന്നവരായിരുന്നില്ല. ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴേ പടച്ചോനെ പേടിക്കുന്നവരായിരുന്നു. ഞങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോഴേ പടച്ചോനെ പേടിയായിരുന്നു. ആ പേടി ഞങ്ങളെ കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടായിനി. അതുകൊണ്ട് എല്ലാവരും സൂക്ഷ്മതയോടെ ജീവിച്ച് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പെടുത്തി. എന്തേക്കാരല്ലേ, എന്റെ വല്ലിപ്പ എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ ബാപ്പ. എന്റെ വല്ലിപ്പാക്ക് ഒരു വലിയ സംഘടനയാണ്. അതായത് എന്റെ വല്ലിപ്പാക്ക് 6 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി എൻ്റെ വാപ്പ. 6 പെങ്ങന്മാര്. വല്ലിപ്പാക്ക് അസുഖയിന് പെട്ടെന്ന് അസുഖബാധിതനായി പണിക്കൊന്നും പോകാതെ എൻ്റെ വാപ്പ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ നിർത്തി കണ്ടി പണിക്കൊക്കെ തുടങ്ങിയതാ. ലോറിൻ്റെ ക്ലീനറായിട്ട്. 3ാം ക്ലാസ് എത്ര വയസ്സ്? 8 വയസ്സ്. അന്ന് തുടങ്ങിയ ബാപ്പണ്ട് കഷ്ടപ്പെട്ട് ലോറിയൊക്കെ കഴുകി വൈകുന്നേരം പറ്റാ കുഞ്ഞു കുട്ടിയല്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങി പെരീക്ക് വരുമ്പോൾ വരാന്തയിൽ വയറുവേദന സഹിക്കാൻ വയ്യാതെ വളഞ്ഞിരിക്കുന്ന വല്ലിപ്പ കരയും. എൻ്റെ കുട്ടീൻ്റെ ഒരു ഇടങ്ങേറി. ഈ 6 പെങ്ങന്മാർ നോക്കണം, വീട് നോക്കണ്ടേ. അപ്പോൾ അന്നൊക്കെ വല്ലിപ്പ പ്രാർത്ഥിക്കും, പഠിച്ചോനെ എൻ്റെ മകന് കൊടുക്കുമ്പോഴേലും ആൺകുട്ടികളെ കൊടുക്കണേന്ന്. പക്ഷെ എൻ്റെ വാപ്പാക്കുണ്ടായ ആദ്യത്തെ കുട്ടി പെൺകുട്ടി, 2ാമത്തെ ഞാനാ. പിന്നെ ശേഷം ഉണ്ടായതൊക്കെ ആൺകുട്ടികളാ. പക്ഷെ അത് കാണാൻ വല്ലിപ്പ ഉണ്ടായില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ വല്ലിപ്പ മരിച്ചു. ആ വല്ലിപ്പ നാളെ സ്വർഗത്തിലാണെങ്കിൽ ആ വല്ലിപ്പാൻ്റെ അടുത്തേക്ക് എൻ്റെ വാപ്പ ഞങ്ങൾ മക്കളെയും പേരക്കുട്ടികളെയും എല്ലാം പാടെ കൂട്ടിയാണ് കയറി ചെല്ലുമ്പോൾ എന്തേക്കാരവസ്ഥല്ലേ, ആ സന്തോഷം ആലോചിക്കാൻ. ഒരു സ്ത്രീയെ എനിക്കറിയാം, അവരുടെ മകളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട സ്ത്രീ എന്നോട് പറയും, ഉസ്താദേ 2 ആഗ്രഹമുള്ളൂ. ഒന്നിൻ്റെ മോളെ കെട്ടിക്കണമെന്ന് കാണണം, 2 ഓക്കൊരു കുട്ടി ഉണ്ടായി കാണണം. കെട്ടിച്ച് മോള് ഗർഭിണിയായി. പക്ഷെ പ്രസവത്തിന്റെ തലേന്ന് ആ ഉമ്മ മരിച്ച്. ആ പേരക്കുട്ടിയെ കാണാൻ മകൾക്ക് കഴിഞ്ഞില്ല. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ആ പേരക്കുട്ടിയുമായിട്ട് ഈ മകള് സ്വർഗത്തിൽ അമ്മാന്റെ മുമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ സന്തോഷം ആലോചിച്ചോ കണി. അങ്ങനെ കിട്ടണമെങ്കിൽ എന്താ മാർഗം? പോന പൈസ, ഒരു 10-20 ഏക്കർ പറമ്പ്, ഒരു 3-4 കോടിന്റെ ബാങ്ക് ബാലൻസ് കിട്ടുമോ? കിട്ടൂലല്ലോ. ആര് സ്വർഗത്ത് പോണോ അവർ അള്ളാനെ പേടിച്ച് ജീവിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഇവിടുത്തെ ഈ ചെറിയ ജീവിതം പോരട്ടോ. ഇത് ചിലപ്പം നമ്മളെ മക്കളൊന്നും കാണുന്നല്ല. ആസ്ട്രേലിയയിൽ പഠിക്കുന്ന ഒരു മകനെ, എൻ്റെ സുഹൃത്തിൻ്റെ മോനെ ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പഠിക്കുന്നത്? ഒരു കോഴ്സിൻ്റെ പേര് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ ആ കോഴ്സ് പഠിച്ചാൽ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുമോ? അപ്പം എന്നോട് പറഞ്ഞ്, നമ്മുടെ നാട്ടിൽ ആർക്കും അവസ്ഥ ജോലി വേണ്ടേ? ഇത് പഠിച്ചാൽ ഇവിടെ ജോലി കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ പറയണേ, ഞാൻ ഇവിടെ പാർക്കുക നാട്ടിലില്ലാന്ന്. കാണൂലഞ്ഞ മക്കളെയൊന്നും.
ഈ ഗൾഫിക്കൊക്കെ വരുന്നതിന് പകരം അങ്ങോട്ട് പോണ ആൾക്കാരുണ്ടല്ലോ, യൂറോപ്പിലേക്ക്, ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ പറഞ്ഞു പോണ രാജ്യങ്ങളിൽ ഒരാരും തിരിച്ചു വരൂല. ആ മക്കളെ നമ്മൾ ജീവിതത്തിൽ കാണുന്നെന്നെ നിങ്ങൾ ആഗ്രഹിച്ചോളി, നടന്നാലായി, അത്രേ ഉള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അല്ലേ. പക്ഷേ സ്വർഗത്തില് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അനശ്വരമായി, മരിക്കാത്ത ലോകത്ത്, വയസ്സാകാത്ത ലോകത്ത്, പ്രയാസങ്ങളില്ലാത്ത ലോകത്ത് നമുക്കൊന്നിച്ച് ജീവിക്കാം. എന്ത് വേണമെന്നറിയോ? നമ്മുടെ വീടുകളിൽ തെക്കുവ ഉണ്ടാവണം, നമ്മുടെ വീടുകളിൽ ഭക്തി ഉണ്ടാവണം, നമ്മുടെ വീടുകളിൽ ഇസ്ലാം ഉണ്ടാവണം. അതുകൊണ്ട് ഒരു നിർബന്ധ ബുദ്ധി, വിട്ടുവീഴ്ചയില്ലാത്ത നിർബന്ധ ബുദ്ധി, മതവിരുദ്ധമായ ഒരു കാര്യവും ഞാൻ എൻ്റെ വീട്ടിൽ അനുവദിക്കില്ല എന്ന ഒരു കർശന നിലപാട്. അത് മക്കൾക്ക് വെറുപ്പേക്കാരം, പക്ഷെ ഓലെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാട്ടോ. നാളെ സ്വർഗത്തിലും ബാപ്പാക്കുങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനാട്ടോ, നാളെ സ്വർഗത്തിലും മാക്കുങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനാട്ടോ. അതുകൊണ്ട് മക്കൾ ഇത് പാലിക്കണം കേട്ടോ. അവരെ മതബോധമുള്ളവരാക്കി വളർത്തുക, പ്രാർത്ഥിക്കുക റബ്ബിനോട് എപ്പോഴും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മറക്കരുത്, അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അനശ്വരമായ സ്വർഗത്തിൽ സമൃദ്ധമായി ജീവിക്കുന്ന കുടുംബങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിൽ വീണുപോകുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. കുടുംബ ബന്ധത്തിൻ്റെ ശ്രേഷ്ഠതയും ഗൗരവവും മനസ്സിലാക്കി ആ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് അവസാനം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഒന്ന്, സുബൈർ പന്നിപ്പാറയുടെ ഭാര്യ മാതാവ് സൈനബ കാരാട്ടുതൊടി അവർ മരണപ്പെട്ടിരിക്കുന്നു. അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ബർസഖി ജീവിതം അല്ലാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അവരുടെ പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു കൊടുക്കട്ടെ. അവരുടെ നന്മകളൊക്കെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. 2ാമത്തെ കാര്യം, നിങ്ങളൊക്കെ കേട്ടിരിക്കുമല്ലോ നമ്മുടെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട വിവരം. നിങ്ങളൊക്കെ വീടുകളിലേക്ക് വിളിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മുടെ വീട്ടുകാരെ ശരിക്ക് ബോധ്യപ്പെടുത്തണം. ഒരു വോട്ടില്ലാതാവുകയും അത് വോട്ടില്ലെങ്കിൽ ചെയ്യാന്നാ പോരെ, വോട്ടല്ല ഇല്ലാതാവുക, നമ്മളുടെ അസ്തിത്വം ഇല്ലാതാവുന്ന ഒരു വലിയ ഒരു അജണ്ടയുണ്ട് അതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് എല്ലാ വീട്ടുകാരോടും അതിൻ്റെ ഗൗരവത്തെപ്പറ്റി ഫോൺ ചെയ്യുമ്പോഴൊക്കെ ബോധിപ്പിക്കുക. ഫോം പൂരിപ്പിച്ച് അത് വൃത്തിയായിട്ട് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 3ാമത്തേത്, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നമുക്കൊക്കെ ഈ തൗഹീദും ഈ സുന്നത്തും ഈ ആദർശവും ഇസ്ലാമിൻ്റെ മങ്ങൾ കണ്ടില്ല. ബംഗാളികളൊക്കെ, ബംഗാളിൽ നിന്ന് ആസാമിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ പോലെ പേരൊക്കെ മറ്റേ ഇയാൾ പറഞ്ഞ പോലെ ഒരു പ്രാസംഗികം പറഞ്ഞല്ലോ, പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ എൻ്റെ പേര് ചോദിച്ച് ആ പുറത്തെ പള്ളിക്ക് ഇറങ്ങി ചെരുപ്പിട്ടപ്പോഴും എൻ്റെ പേര് കഴിഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞേ. രാങ്ങാട്ടൂർ പറഞ്ഞ മാതിരിക്ക് നീണ്ട പേരാ, നിസ്കാരമല്ല, ഖുർആൻ അറിയില്ല, ഒന്നും അറിയില്ല. നമ്മളൊക്കെ എങ്ങനെയായിരുന്നു എന്തുകൊണ്ടറിയങ്ങള്? വലിയ ഒരു അധ്വാനത്തിന്റെ കഥയുണ്ട്, കഷ്ടപ്പാടിന്റെ തീവ്രമായ പ്രയാസത്തിന്റെ. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ഒരു പ്രസ്ഥാനത്തിന്റെ കഥ. ആ പ്രസ്ഥാനം രൂപീകരിച്ചതിൻ്റെ 100 വർഷം ആഘോഷിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് അടർന്നു പോയ ചില ആളുകൾ, ഇവിടെ എല്ലാ ശിർക്കും വിദഅത്തും പ്രചരിപ്പിക്കുന്നവര്, അവര് ഈ നവോത്ഥാനത്തിന്റെ മൊത്തക്കുത്തക ഏറ്റെടുത്ത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹത്തെ സത്യം ബോധ്യപ്പെടുത്താൻ കേരള ജംഇയ്യത്തുൽ ഉലമ കോഴിക്കോട് കടപ്പുറത്ത് അതിൻ്റെ 100ാമത് സമ്മേളനത്തിന്റെ സമാപനം നടത്തുക 16-ാം തീയതി. നമ്മളിൽ പലർക്കും പങ്കെടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഈ സാധാരണ ഒരു ചെറിയ സമ്മേളനം ഉണ്ടാകുമ്പോൾ പിരിവിന് ആൾക്കാർ വരും നമ്മുടെ നാട്ടിലില്ലേ. ഈ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേക കാര്യങ്ങൾ, അതിൻ്റെ ഭാരവാഹികളൊക്കെ ബേസന്മാരാ. നമ്മൾ ഈ പറഞ്ഞ പോലെ അവരൊക്കെ അവിടെ ഒതുങ്ങിക്കൂടിയേക്കുക. അതുകൊണ്ട് അവർ നമ്മോട് സഹായം ആവശ്യപ്പെട്ടു. ആ സമ്മേളനത്തിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്. ഒരു നാടിന് വെളിച്ചം പകരാനുള്ള കൃത്യമായൊരു ശ്രമമാണ്. അപ്പം നമ്മൾ ഇന്നീ കൂടിയ നിർബന്ധമൊന്നുമല്ല, നമ്മൾ ഇന്നീ കൂടിയവരൊക്കെ ആ ദൗത്യത്തിന്, നമുക്ക് ഈ വെളിച്ചം കിട്ടിയ ആ വിളക്ക് അണഞ്ഞു പോകാതിരിക്കാൻ ഒരിത്തിരി എണ്ണയെങ്കിലും അതിലൊഴിച്ചു കൊടുക്കാൻ നമ്മളാലാവുന്ന രൂപത്തിൽ ആ പ്രക്രിയയെ ഒന്ന് സഹായിക്കണമെന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ സെക്രട്ടറി ഹനീഫ് കായക്കൊടി, നിങ്ങളുടെ
പ്രസിഡന്റ് അബ്ബാസ് ഖാനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ സാധ്യമാകുന്ന രൂപത്തിൽ ആ വലിയ വെളിച്ചത്തിന് ഒരു താങ്ങാവാൻ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറക്കല്ലാഹു ഫീക ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് നമ്മുടെ താഫി അവിടെ കൗണ്ടറിലിരിക്കുന്നത്, നിങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റാവുന്ന ഒരു റിയാലാണെങ്കിൽ ഒരു റിയാലേക്ക് കൊടുത്ത് അതിനെ സഹായിക്കണം എന്ന്